സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വംശീവിഭൂഷിതകരാത് നവനീരദാഭാത് പീതാംബരാദരുണബിംബഫലാധരോഷ്ടാത് പൂർണേന്ദുസുന്ദരമുഖാദരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. സമാരാധ്യരായ ഗുരുജനങ്ങൾ, സദസ്സിലുള്ള ഭാഗവത ജിജ്ഞാസുക്കളായ ഭക്തജനങ്ങൾ, എല്ലാവർക്കും ആദരവോടെ പ്രണാമങ്ങൾ. ഏറ്റവും സന്തോഷമുള്ള ഒരു സത്സംഗ അവസരമാണ് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്ര ദിനങ്ങൾ നമുക്കെല്ലാവർക്കും തരാറുള്ളത്. ഒരേപോലെ വക്താക്കളും ശ്രോതാക്കളും ആനന്ദിക്കുന്ന ദിവസങ്ങളാണ് ഇതെല്ലാം. പ്രത്യേകിച്ചും ഗുരുവായൂരപ്പൻ്റെ പരിസരത്ത്, പെരുന്തുട്ട മഹാദേവൻ്റെ തൊട്ടടുത്ത് ഒരു വിഷയം ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഭഗവത് സംബന്ധിയായ വിഷയം ചിന്തിക്കുമ്പോൾ ആ പരിസരത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. നമ്മളെവിടെ ഇരിക്കുന്നോ ആ ഇടം സുകൃതികളായ അനേകം പേരുടെ ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, അവരുടെ കർമ്മങ്ങൾ വ്യാപരിച്ച ഒരിടമാകുമ്പോൾ അവിടെ അത്തരമൊരു സത്സംഗത്തിന് മുതിരുന്ന, അങ്ങനെയൊരു ശ്രവണത്തിന് വേണ്ടി ഇരിക്കുന്ന നമ്മുടെ ചിന്ത പോലും സ്വയം പവിത്രീകരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അനേക സുകൃതികളുടെ, മഹാത്മാക്കളുടെ ഒക്കെ പ്രവൃത്തി കൊണ്ട് ധന്യമായ ഒരിടമാണ് ഇത്. അവിടെ ഇരുന്ന് നമ്മൾ എന്ത് ചിന്തിച്ചാലും അതിനെ കൂടുതൽ ആഴത്തിൽ മനന തലത്തിലേക്ക് എത്തിക്കുക എന്നത് ഒരു തരത്തിൽ ഭഗവത് ദൗത്യം തന്നെയായി മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സത്സംഗത്തിന് നമ്മുടെയൊക്കെ ചിന്തയെ കൂടുതൽ ആഴത്തിൽ സ്വാധീനിക്കാൻ കഴിയുകയും ചെയ്യും. പ്രത്യേകിച്ചും സത്സംഗത്തിന് നാം വിധേയമാക്കുന്ന വിഷയം കപിലാവതാരത്തിന് ശേഷമുള്ള, കപിലോപദേശത്തിനു ശേഷമുള്ള ശ്രീമദ് ഭാഗവത ഹൃദയമായ ഭക്തിയുടെ മഹത്വത്തെക്കുറിച്ച് ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശിക്കുന്ന ഭാഗമാണ്. ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുന്ന വഴി ശ്രുതിമോളുടെ സത്സംഗം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മനോഹരമായി ശ്രുതി അതിനെ മനനം ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരു വാക്കുകൊണ്ട് ഒരു ഭഗവത് അനുഭൂതിയുടെ ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി സുഗമമാണ് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് തോന്നുന്നു. പലപ്പോഴും ശ്രീമദ് ഭാഗവതം നമ്മുടെ മുന്നിൽ, നമ്മളെപ്പോഴും പറയാറില്ലേ, ഭക്തി കൊണ്ടും യുക്തി കൊണ്ടും വിഭക്തി കൊണ്ടുമൊക്കെ ഭാഗവതത്തെ അറിയണമെന്ന്. ചിന്തിച്ച് വീണ്ടും വീണ്ടും മനനം ചെയ്ത് ആശയങ്ങളെ വീണ്ടും വീണ്ടും ഉള്ളിൽ ഉറപ്പിച്ച് നിരന്തരം ഒരു ശ്രവണത്തിൻ്റെ, മനനത്തിൻ്റെ ഒക്കെ ഭാഗമാക്കി അതിൻ്റെ യുക്തി വിചാരം ചെയ്ത്, ആശയവിചാരം ചെയ്ത് ഭാഗവതത്തെ നാം ബുദ്ധി കൊണ്ട് ഉള്ളിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഭാഗവതം നമുക്ക് തരുന്ന വലിയൊരു സാധ്യത, മനുഷ്യൻ ഒരേ തലങ്ങളിൽ ബുദ്ധി കൊണ്ടും ഹൃദയം കൊണ്ടും ജീവിക്കുന്നവരാണ്. നമുക്ക് പലതരം വിശപ്പുകളുണ്ട്. ശരീരത്തിൻ്റെ വിശപ്പ് മാത്രമേ പലപ്പോഴും നമുക്ക് പരിചയമുള്ളൂ. മറ്റു ചില ഗൗരവമായ ആർത്തികളുണ്ട് മനുഷ്യന്. അതിനെ തൃപ്തിപ്പെടുത്താതെ വരുമ്പോഴാണ് പലപ്പോഴും നാം മാനസികമായും ബൗദ്ധികമായും ഒക്കെ തകർന്നു പോകുന്നത്. ശരീരത്തിന് പരിചയമുള്ള ചില മേഖലകളെ നാം തൃപ്തിപ്പെടുത്തുന്നു.
ശരീരത്തിൻ്റെ മാത്രമായ ചില ഇടങ്ങളെ നാം പൂരിപ്പിക്കുന്നു. പക്ഷെ അതിനപ്പുറത്ത് ഇനി എന്തോ എനിക്ക് പൂർണ്ണമാകുന്നില്ല, എനിക്ക് തൃപ്തിയാവുന്നില്ല, ഇനി എനിക്ക് എന്തോ നേടാനുണ്ട് എന്ന് നിരന്തരം തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരിടത്തു നിന്നാണ് വാസ്തവത്തിൽ ഒരു ആധ്യാത്മിക സാധന, ഒരു ആധ്യാത്മിക ജിജ്ഞാസ ആരംഭിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരം ഒരു ഘട്ടത്തിലൂടെ നാം കടന്നു പോയേ പറ്റൂ. നാം മനഃപൂർവ്വം ബോധപൂർവം അറിഞ്ഞ് ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് നമ്മെ വിധേയമാക്കിയില്ലെങ്കിൽ പ്രകൃതി കുറച്ചുകൂടി കർശനക്കാരിയായ ഒരു ഹെഡ് മിസ്ട്രസ് ആണ്, അല്ലെ? ഒരു അധ്യാപികയുടെ ലാഘവമായിരിക്കില്ല പ്രകൃതിക്ക് നമ്മളോടുണ്ടാവുന്നത്. വടിയെടുക്കും, ചിലപ്പോൾ കനത്ത പ്രഹരങ്ങൾ തന്നുകൊണ്ട് ഗൗരവമായ ചില കാര്യങ്ങളെ നമ്മെ പഠിപ്പിച്ചേ പ്രകൃതി അടങ്ങൂ എന്നൊരിടം വരും. അതിനു മുൻപ് ഏറ്റവും എളുപ്പം, മനുഷ്യന് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്, വൈകാരികമായി സമ്പന്നരാണ് കലിയുഗത്തിലെ മനുഷ്യർ. അതുകൊണ്ടാണ് നമ്മൾ ഭാഗവത മഹാത്മ്യം പറയുമ്പോൾ ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങളുടെയും യൗവന വാർദ്ധക്യാവസ്ഥകളുടെ ഒരു പ്രതീകം ഭാഗവതത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അവിടെ വാർദ്ധക്യാവസ്ഥയിലെത്തിയ ഭക്തിയെയും ജ്ഞാനവൈരാഗ്യങ്ങളെയും യൗവനാവസ്ഥയിലുള്ള ഭക്തിയെയും നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു വലിയ സർവകാല പ്രസക്തമായ ഒരു പ്രതീകമാണ്. കലിയുഗത്തിൽ മനുഷ്യർ ഹൃദയം കൊണ്ട് ജീവിക്കുന്നവരാണ്. ഹൃദയമായിരിക്കും മനുഷ്യന് മുമ്പിൽ നിൽക്കുന്നത്. വിചാരത്തേക്കാൾ വികാരങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ നിൽക്കുന്നത്. നമുക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുള്ളതും ഹൃദയം കൊണ്ട് സംവദിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതം ആധുനിക കാലത്തിന് നൽകിയിരിക്കുന്ന വലിയൊരു സമ്മാനം എന്ന് പറയുന്നത് വൈകാരികമായി ഹൃദയം കൊണ്ട് അത്രയും ഒരു ഉന്നതമായ തലത്തിലെത്തുന്ന ഒരു മനുഷ്യന് ഇതിനെ സ്വാധീനിക്കാൻ വളരെ എളുപ്പമാണ്. മനുഷ്യൻ പല പ്രവണതകളിലേക്കും മാറുന്നത്, മനുഷ്യൻ വികാരത്തിനടിമപ്പെട്ട് പലതും ചെയ്യുന്നത്, മനുഷ്യൻ എന്തു ചെയ്യാനും ഒരു ബോധം ഇല്ലാതെ മനുഷ്യൻ പ്രവർത്തിച്ചു പോകുന്നത് അവൻ്റെ ഉള്ളിൽ ഈ തിങ്ങി നിൽക്കുന്ന ഹൃദയവികാരങ്ങൾ കൊണ്ടിട്ടാണ്. പല പ്രവൃത്തികളിലേക്ക് നാം എടുത്തു ചാടുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അയാളുടെ ആ പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാമെന്ന് തോന്നുന്നത് ഹൃദയമാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. വിചാരം പിന്മടങ്ങുന്നു, ചിന്ത പിന്മടങ്ങുന്നു, യുക്തി പിന്മടങ്ങുന്നു, വരും വരായികകൾ പിന്മടങ്ങുന്നു. അപ്പം ഇങ്ങനെ വൈകാരികമായി അത്യന്തം ഉയർന്ന ഒരു തലത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലേക്ക് അവൻ്റെ വികാരങ്ങളെ ക്രമേണ അവൻ്റെ വൈചാരിക തലത്തെ സ്വാധീനിച്ചുകൊണ്ട് അതിനെ ഒരു പൂർണ്ണതയിലേക്ക്, അതിനെ റിഫൈൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഭാഗവതം ആധുനിക കാലത്ത് നിർവഹിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യൻ്റെ തലം മനസ്സിലാക്കിക്കൊണ്ട് ആ വികാരങ്ങളെ കൂടുതൽ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഭാഗവതം നമ്മളോട് നിർവഹിക്കുന്നത്. ഈ വൈകാരികമായ ശുദ്ധീകരണം സംഭവിച്ചാൽ അത് ഭക്തിയിലേക്ക് പരിണമിക്കൽ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ കലിയുഗത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്, ആധുനിക കാലത്തിൻ്റെ വേദാന്തം എന്ന് പറയുന്നത് ഭക്തിയാണ് എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് ഭാഗവതത്തിലൂടെ. ഒരുപക്ഷെ ഭാരതത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാന ചരിത്രം പരിശോധിച്ചാൽ, ഭാരതത്തിൻ്റെ നവോത്ഥാന ചരിത്രം പരിശോധിച്ചാൽ ഭക്തിയുടെ വലിയൊരു ആന്തോളനം ഇവിടെ സംഭവിച്ചിട്ടുള്ളതായി മനസ്സിലാക്കാം. വ്യത്യസ്തങ്ങളായ ജീവിതചര്യകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പല തലങ്ങളിലുള്ള മനുഷ്യർക്ക്, ഈ വർണ്ണാശ്രമങ്ങളിൽ നിന്നും നിബദിച്ചു പോയവർക്ക് ഒക്കെ ഭക്തി എന്ന വലിയ സാധ്യത നൽകിക്കൊണ്ട് ഭക്തിയെ ഒരു വലിയ സാമൂഹ്യ പരിവർത്തന ഉപാധി കൂടിയാക്കി ഭാരതത്തിന് മാറ്റിയെടുക്കാൻ സാധിച്ചു. സംപൂജ്യ രംഗനാഥാനന്ദ സ്വാമികൾ വളരെ ഗൗരവമായി ഭക്തിയെ സമീപിക്കുന്ന ഒരവസരത്തിൽ സ്വാമിജി ഭക്തിക്ക് നൽകിയ മറുപേര് ഭക്തി
സ്പിരിച്വൽ ഹ്യൂമനിസം എന്നാണ് സ്വാമിജി സംസാരിച്ചത്. ഒരു മാനവികതയുടെ, ആധ്യാത്മിക തലത്തിലുള്ള മാനവികതയുടെ പരിപൂർണതയാണ് വാസ്തവത്തിൽ ഭക്തി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഭാവമാണ്, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിറയുന്ന ഭാവമാണ്. ഈ ഭാവത്തെ ഭഗവാനിലേക്ക് പ്രവേശിപ്പിക്കുക വഴി വളരെ എളുപ്പമായി ഏത് അവസ്ഥയിൽ നിൽക്കുന്നവർക്കും ഈശ്വരപ്രാപ്തി എന്ന വലിയൊരു സാധ്യത ഭാഗവതം നമ്മളോട് ചെയ്തു തരുന്നുണ്ട്. ഭാഗവത ഉപാസകരായ വ്യക്തികൾക്ക് ക്രമേണ ഭാഗവതത്തിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു വലിയ കടമ്പ കടക്കാനുണ്ട്. നമ്മൾ ഭാഗവതം വായിക്കുന്നുണ്ട്, ഭാഗവതത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്, നമ്മൾ ധാരാളം സപ്താഹങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടുണ്ടാവും. പക്ഷേ ഭാഗവതവും നമ്മളും തമ്മിലുള്ള ഒരു ഉപനയനം നടന്നിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുമ്പോൾ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഞാൻ മനസ്സിലെപ്പോഴും ഓർക്കാറുള്ളൊരു ആശയമുണ്ട്. അത് OV വിജയൻ്റെ പ്രസിദ്ധമായ ഒരു ചിന്തയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയുടെ ഭാഗമായി തന്നെയാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു വലിയ പണ്ഡിതശ്രേഷ്ഠനായ, തൻ്റെ പുസ്തകക്കൂമ്പാരങ്ങൾ മുഴുവനും അടുക്കി വച്ച് അതിൻ്റെ ഉള്ളിൽ പണ്ഡിതോചിതമായ വായനയിലും ചിന്തയിലുമൊക്കെ മുഴുകിയിരുന്ന ഒരു കഥാപാത്രം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കവിയുടെ ആത്മാംശം കൂടി ഉണ്ടായിരിക്കാം അതിൽ. അങ്ങനെ പുസ്തകങ്ങളുടെ കെട്ടുകൾക്ക് മുന്നിൽ, ലൈബ്രറിയുടെ വലിയ പുസ്തക കൂമ്പാരങ്ങൾക്ക് മുന്നിൽ ജീവിതം മുഴുവൻ സമർപ്പിച്ച വായനയിലും ചിന്തയിലും മുഴുകിയിരുന്ന ഒരാൾ ജീവിതത്തിൻ്റെ ഒരു നിർണായകമായ ഘട്ടത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ മുഴുവനും എടുത്ത് പലർക്കായി വിതരണം ചെയ്യുക. എല്ലാവരും വന്ന് വാങ്ങിക്കൊണ്ട് പോയിക്കോളൂ, ഇങ്ങനെ എല്ലാവർക്കുമായിട്ട് വിതരണം ചെയ്യുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത്, അറിവിൻ്റെ ഭാരങ്ങളൊക്കെ ഞാൻ കൊടുത്തു തീർത്തു എന്നാണ്. ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ കൊടുത്തു തീർത്തു. അങ്ങനെ മുഴുവൻ ശൂന്യമായ പുസ്തക ഷെൽഫുകളുടെ മുന്നിൽ അദ്ദേഹം നിർവൃതിയോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരികയാണ്. ഇവിടെ ഇരുന്ന പുസ്തകങ്ങളൊക്കെ എവിടെ? എല്ലാം കൊടുത്തു തീർത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സുഹൃത്ത് നോക്കുമ്പോൾ ഷെൽഫിൽ ഒരൊറ്റ പുസ്തകം മാത്രം ബാക്കിയാകുന്നുണ്ട്. അപ്പം അയാൾ ചോദിച്ചു, ഇതെന്താ കൊടുത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പം മറുപടി പറയുന്നത്, ഇതെൻ്റെ ജീവിതമാണ്. ഇനി മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ എന്നെ പ്രേരിപ്പിക്കുന്ന എൻ്റെ ജീവിതമാണ് ഈ മുന്നിലിരിക്കുന്നത്. അപ്പം സുഹൃത്ത് ചോദിച്ചു, അതേതാണ്? ആർക്കും കൊടുക്കാതെ തനിക്ക് മാത്രമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു, അത് ഭാഗവതമാണ് എന്ന് പറഞ്ഞു. ഇത് അനേകർ സാക്ഷ്യപ്പെടുത്തിയ, ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ഭാഗവതത്തെ കൂട്ടായി ലഭിക്കുക എന്ന് പറഞ്ഞാൽ, ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്, ഭക്തൻ, ഭഗവാൻ, ഭാഗവതം. ഇതൊരു സമവാക്യമാണ്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്ന് നമ്മൾ പറയുന്നത് പോലെ ഭാഗവതത്തെ കൂട്ടായി ലഭിക്കുക എന്നാൽ ഭഗവാനെ കൂട്ടായി ലഭിക്കുക എന്നതാണ്. അപ്പോൾ ഒരു ജീവിതത്തിന് മുഴുവനും ഉൾക്കരുത്തേകുന്ന ഒരു ദർശനത്തെ കൂട്ടായി ലഭിക്കുക, ഉൾക്കരുത്തേകുന്ന ഒരു ദർശനത്തെ കൂട്ടായി ലഭിക്കുക എന്നതാണ് ഭാഗവതോപനയനം നമുക്ക് സംഭവിച്ചു എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്. അത്തരമൊരു ഉപനയനം നമ്മളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, അർജുനനൊക്കെ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ, ഈ ലോകത്തെ എല്ലാ സുഖങ്ങളും എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാലും കൃഷ്ണ, എനിക്ക് എൻ്റെ ഇന്ദ്രിയങ്ങളെ ചുട്ടുപൊള്ളിക്കുന്ന ചൂടിൽ നിന്നും എനിക്ക് മോചനം ഉണ്ടാവില്ല. ഞാൻ മതി എന്ന് പറയില്ല, എനിക്ക് തൃപ്തിയാവില്ല. എനിക്കിനിയും ഇനിയും 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 എന്നെൻ്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് എവിടെ എന്നിലേക്ക് മടങ്ങണം എന്ന ഒരു ബോധം ഉദിക്കുന്നുവോ ആ സമയത്ത് നാം ജീവിതത്തിൽ ഭാഗവതത്തെ, ഭഗവാനെ കൂട്ടിച്ചേർത്താൽ പിന്നീട് ഭാഗവതം നമ്മിൽ പ്രവർത്തിക്കുന്നത് ഒരു ഗുരുവിൻ്റെ ഭാവത്തിലായിരിക്കും. ക്രമേണ നമ്മുടെ പ്രജ്ഞയെ, നമ്മുടെ ചിന്തയെ, നമ്മുടെ കർമ്മങ്ങളെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ചിന്തകളെ മുഴുവനും
ഒരു ഗുരുവിനെ പോലെ സ്വാധീനിക്കാനും ഒരു ഗുരുവിനെ പോലെ നിയന്ത്രിക്കാനും ഭാഗവതത്തിന് അത്യത്ഭുതകരമായ ഒരു കഴിവുണ്ട്. ഇത്തരമൊരു സന്ദർഭത്തിലാണ് ഭാഗവതത്തിലെ ഗൗരവമായ പല ചർച്ചകളും നാം പരിചയപ്പെടുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ നടക്കുന്ന പല സംവാദങ്ങളും അത് ഒരു കേവലമായ വായനയുടെ, നാം പറഞ്ഞു യുക്തി കൊണ്ടും വിഭക്തി കൊണ്ടും വിചാരം ചെയ്യണം ഭാഗവതം. പക്ഷേ ശ്രീമദ് ഭാഗവതത്തിലെ പല വിചാരങ്ങളും പല ചർച്ചകളും നമുക്ക് ഭാരതത്തിൻ്റെ ഒരു ദാർശനിക പാരമ്പര്യം നോക്കിയാൽ മനസ്സിലാകും. ഗൗരവമായ ആശയ സംവാദങ്ങളൊക്കെ നടന്നിട്ടുള്ളത് വളരെ അടുത്തിരിക്കുന്നവരോട് സംസാരിക്കുന്ന ചർച്ചകളിലൂടെയാണ്. ഉപനിഷത്ത് എന്ന് പറയുന്ന ആശയം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. ഉപനിഷത്ത് ഒരു വലിയ സമൂഹത്തോട് ആശയപരമായി സംവദിക്കുന്നുണ്ട്. പക്ഷേ ഉപനിഷത്ത് സംസാരിക്കുന്നത് ഏറ്റവും അടുത്തിരിക്കുന്ന, ഏറ്റവും യോഗ്യരായ, ഏറ്റവും ശ്രവണത്തിന് ഏറ്റവും അർഹരായ ഒരു ചെറിയ ഇടത്തോടാണ് ഉപനിഷത്ത് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗവതവും ഭക്തനും തന്മയീഭവിക്കുന്ന, അഥവാ ഭഗവാനും ഭക്തനും തന്മയീഭവിക്കുന്ന ഇടങ്ങളിലാണ് വാസ്തവത്തിൽ ഭാഗവതത്തിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ദാർശനിക തലത്തിൽ വലിയൊരു ചർച്ചയുടെ പാരമ്പര്യം നമുക്കുണ്ട്, വലിയ സംവാദത്തിൻ്റെ പാരമ്പര്യം നമുക്കുണ്ട്. അമർത്യ-സെൻ്റെ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്നുള്ള ഒരു ഇന്ത്യയുടെ ഒരു ആർഗ്യുമെൻ്റുള്ള സ്വഭാവമുണ്ട് ഇന്ത്യക്കാരന്. ആശയങ്ങളെ സ്ഥാപിക്കുവാനായി യുക്തിയുടെ വഴിയെ, അന്വേഷണത്തിൻ്റെ വഴിയെ, ചിന്തയുടെ വഴിയെ ക്രമികമായി സഞ്ചരിച്ച് ആശയങ്ങളെ ഉറപ്പിക്കുന്ന ഒരു ബൗദ്ധിക താർക്കിക പാരമ്പര്യമുണ്ട് ഭാരതത്തിന്. പക്ഷേ ശ്രീമദ് ഭാഗവതത്തിലേക്ക് വരുമ്പോൾ ഈ ബൗദ്ധിക പാരമ്പര്യത്തിൻ്റെയും ഈ യുക്തി വഴിയുടെയും ഈ താർക്കിക വഴിയുടെയും ഒക്കെ പൂർണ്ണതയിൽ ഹൃദയത്തോട് സംവദിക്കുന്ന അത്യപൂർവമായ ചില അനുഭവങ്ങൾ നമുക്ക് ഭാരതത്തിൻ്റെ ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ളിൽ നിന്ന് മനസ്സിലാകും. അത്തരമൊരു ഹൃദയത്തോട് സംവദിക്കുന്ന ചർച്ചകളാണ് ഭാഗവത ഹൃദയമായി നാം തിരിച്ചറിയുന്നത്. അത്തരമൊരു ചർച്ചയിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ആശയ കൈമാറ്റമാണ് ഭഗവാനും കപിലനും ദേവഹൂതിയും തമ്മിൽ നടക്കുന്നത്. വാസ്തവത്തിൽ ഇതൊരു അദ്വൈത തലത്തിൽ നടക്കുന്ന സംഭാഷണമാണ്. ഭൗതികാർത്ഥത്തിൽ അമ്മയും മകനുമെന്നാണല്ലോ ഇവരെ സൂചിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഈ ലോകത്തിലെ അദ്വൈത ഭാവത്തിന് നമുക്കറിയാവുന്ന ഉദാഹരണങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് മാതൃപുത്ര ബന്ധം തന്നെയാണ്. കാരണം അമ്മയിൽ നിന്ന് അന്യമല്ലായിരുന്നു പുത്രൻ, അമ്മയുടെ ഭാഗമായിരുന്നു പുത്രൻ, അമ്മയുടെ ചിന്തയുടെ ഭാഗമായിരുന്നു, അമ്മയുടെ മനസ്സിൻ്റെ ഭാഗമായിരുന്നു, അമ്മയുടെ ശരീരത്തിൻ്റെ ഭാഗമായിരുന്നു. അദ്വൈതം സംഭവിച്ച അവസ്ഥയിലാണ് അവർ രണ്ടുപേരും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിതൃപുത്ര ഭാവത്തിലുള്ള ഒരു സംവാദത്തിന്, അത്യപൂർവമായ ഈ ഹൃദയ സംവാദത്തിന് ശ്രീമദ് ഭാഗവതം ഗുരു എന്ന് പറയുന്ന തത്വത്തെ ഏറ്റവും ഉന്നതമായ തലത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്നതാണ്. എപ്പോഴാണ് ഗുരു സംഭവിക്കുന്നത്? ശിഷ്യൻ തയ്യാറാവുമ്പോൾ ഗുരു സംഭവിക്കുന്നു. കൃഷ്ണൻ എപ്പോഴാണ് ഗുരുഭാവത്തിൽ സംഭവിച്ചത്? അർജുനനിൽ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം, ഞാൻ കൃപണനാണ്, എനിക്ക് ഇനി മുന്നോട്ട് പോവാൻ വയ്യ, എനിക്കിനി ഈ അറിവില്ലാതെ മുന്നോട്ട് പോവാൻ വയ്യ എന്ന് അർജുനൻ തൻ്റെ ഉള്ളിലെ എല്ലാ അഹന്തയും വിട്ട് ശിഷ്യഭാവം ഉണർന്നപ്പോഴാണ് അതുവരെ തൻ്റെ കൂടെ നടന്നിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവനായ കൃഷ്ണൻ ഗുരുവായി മാറിയത് ഈ സന്ദർഭത്തിലാണ്. അപ്പോൾ ഗുരു സംഭവിക്കുന്നത് വാസ്തവത്തിൽ ശിഷ്യനിലെ ആത്മജ്ഞാനത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ചാണ് ഗുരു സംഭവിക്കുന്നത്. ഇവിടെ അമ്മയും മകനും തമ്മിലുള്ള സംവാദത്തിൽ ഭഗവാൻ കപിലൻ ഗുരുഭാവത്തിലേക്ക് ഉണർന്നത്
അമ്മ എന്ന ഈ വ്യക്തിയുടെ അദ്വൈത ബോധത്തിൽ നിന്നുകൊണ്ട്. അപ്പം ഈ സംവാദം വാസ്തവത്തിലൊരു അദ്വൈത തലത്തിൽ നടക്കുന്ന സംവാദമാണ്. ഇതൊരാൾ മറ്റൊരാളോട് സംസാരിക്കുന്നതല്ല. നമ്മളെപ്പോഴും ഒരു ചർച്ചയുണ്ടാവണമെങ്കിൽ, ഒരു പഠനം ഉണ്ടാവണമെങ്കിൽ അതിനൊരു ആചാര്യൻ വേണം, അന്തേവാസി വേണം, ഒരു വിഷയം വേണം. ഇതൊക്കെ അതിൻ്റെ ഘടകങ്ങളാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഗുരുവും ശിഷ്യനുമെന്ന തലത്തിനപ്പുറത്ത്, അമ്മയും മകനും എന്ന തലത്തിനപ്പുറത്ത് ഹൃദയം കൊണ്ട് സംവദിച്ച അത്യപൂർവമായ നിമിഷങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. അതുകൊണ്ട് ഈ ചർച്ചയിലെ വിഷയങ്ങളെല്ലാം തന്നെ ഒരു മനനാനുഭവത്തിലൂടെയാണ് നാം ഉൾക്കൊള്ളേണ്ടത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച, മുൻ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ച വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഇവർ അറിവിൻ്റെ ഒരു ആനന്ദതലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആനന്ദതലത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ്, ഏതൊന്നറിഞ്ഞാലാണോ ഭാഗവതം മുഴുവനായും അറിയപ്പെടുന്നത്. അല്ലെ, ശ്വേതകേതുവിന് പറഞ്ഞു കൊടുത്തില്ലേ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും അറിയണമെങ്കിൽ അതിനൊക്കെ അറിവായിരിക്കുന്ന മറ്റൊരറിവ് നീ അറിഞ്ഞോ എന്ന് ഉപനിഷത്തിൽ ചോദിക്കുന്നത് പോലെ ഭാഗവതത്തിലേക്ക് വെളിച്ചം വീശുന്ന, എന്താണ് ഭാഗവതം എന്നറിയണമെങ്കിൽ ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രധാന അറിവറിയണം. അതുകൊണ്ട് തന്നെ ഇവിടെ ദേവഹൂതിയോട് സംസാരിച്ചത് ഭാഗവതത്തിലേക്ക് എങ്ങനെ ഒരാൾക്ക് പ്രവേശിക്കാം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് വാസ്തവത്തിൽ പറഞ്ഞു കൊടുത്തത്. ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാൻ ഭക്തി കൊണ്ട് പ്രവേശിക്കാം. ഇത്രയും ആമുഖമായി പറയാൻ കാരണം, ഈ സംവാദത്തിന് മറ്റൊരിടത്തുമില്ലാത്ത ഒരു പ്രത്യേകതയുള്ളത്, നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഈ പർവ്വതങ്ങൾ സമതലങ്ങളോട് സംസാരിക്കുന്ന ഒരു തലമുണ്ടല്ലോ, ഉന്നതങ്ങളിൽ നിന്ന് താഴേക്കാണ് അറിവിറങ്ങി വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അദ്വൈതം സംഭവിച്ചിരിക്കുന്നു. അറിയേണ്ട ആളും പറയുന്ന ആളും പറയുന്ന വിഷയവും പറയുന്നത് കേൾക്കുന്ന ആളും ഒന്ന് തന്നെയാണ്. ഈ ഒന്ന് എന്ന തലത്തിൽ നിന്നുകൊണ്ട് സംവദിക്കുമ്പോഴാണ് എല്ലാ ചിന്തകൾക്കും ആ ദൃഢത ഉണ്ടാവുന്നത്. ഒരുപക്ഷെ ഭക്തിയുടെ സ്വരൂപം ശ്രീമദ് ഭാഗവതം പലയിടത്ത് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഭക്തി സ്വരൂപത്തിൻ്റെ ഏറ്റവും കാതലായ അംശം ചർച്ച ചെയ്യാൻ ഈ അദ്വൈത സംവാദത്തെ തിരഞ്ഞെടുത്തത് ഒരുപക്ഷെ ഭാഗവതത്തിലേക്കുള്ള വഴി തെളിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സംവാദം ഇതുതന്നെ ആയിരിക്കണം എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരധ്യായത്തിൽ വളരെ കുറഞ്ഞ ശ്ലോകങ്ങളിൽ പറയുന്ന ഭാഗവത ഹൃദയം എന്ന് പറയുന്ന ഈ ഭാഗം ഞാൻ പ്രയോഗിച്ചതാട്ടോ. ഒരു ഹൃദയമാണല്ലോ എല്ലായിടത്തേക്കും രക്തം എത്തിക്കുന്നത്. ഈ ജീവനെ മുഴുവൻ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഹൃദയമാകുന്നത് പോലെ ഭാഗവതത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കേണ്ടു എന്നറിയാത്ത ഒരു ഭക്തനോട് ഭാഗവതം പറയാണ്, എല്ലാം അഴിച്ചു വെച്ചോളൂ, എല്ലാ അറിവിൻ്റെ ഭാരങ്ങളും ആർക്കെങ്കിലും ഒക്കെ കൊടുത്തു തീർത്തോളൂ, അതാരെങ്കിലും കൊണ്ടുപോയി ജീവിക്കട്ടെ, എന്നിട്ട് എല്ലാം അഴിച്ചു വച്ച് ശാന്തമായി കേവലമായ ഭക്തിയോടുകൂടി പ്രവേശിക്കൂ. അത്തരമൊരു പ്രവേശമാണ് നാം ഇവിടെ കാണുന്നത്. അമ്മയെ സ്നേഹത്തോടു കൂടിയിട്ട് ഇതിൽ ഭഗവാൻ ആദ്യം അമ്മയെ വിളിക്കുന്നത് ഹേ ഭാമിനി എന്നാണ്. സ്നേഹത്തോടെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഉപനിഷത്തിലെയും ഇത്തരം പുരാണ കൃതികളിലെയും ഒക്കെ അഭിസംബോധനകളിൽ വലിയ പ്രാധാന്യമുണ്ട്. കൗന്ദേയ എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ പാർത്ഥ എന്ന് വിളിക്കുമ്പോൾ ഒക്കെ അർജുനൻ്റെ ഉള്ളിലുണ്ടാകുന്നത് തൻ്റെ അനാദിയായ ഒരു ബോധത്തിലേക്കുള്ള പ്രയാണമാണ്. ഇവിടെ അമ്മയെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉള്ളിലെ എല്ലാ സ്നേഹവും നിറഞ്ഞ അഭിസംബോധനയിലൂടെയാണ്. ഇവിടെ ഗുരുവാര്, ഇവിടെ ശിഷ്യനാര് എന്ന അതിർവരമ്പുകളെ ഒക്കെ ലംഘിച്ചുകൊണ്ട് ഭാമിനി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട്, ഇനി ഇത്രയും ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തന്നു, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിതത്തെ ആർജവത്തോടെ ജീവിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു, ഇനി
ഇതിൻ്റെ ഒക്കെ മകുടമായിട്ട് ജീവിതത്തെ ആനന്ദകരമാക്കാനുള്ള രാസവിദ്യ അതു ഞാൻ പറഞ്ഞു തരാം. ഇതറിയാതെ മുന്നോട്ട് പോയാൽ ജീവിതം വ്യർത്ഥമായിരിക്കും എന്നതുകൊണ്ട് ഈ ഉപദേശങ്ങളുടെ ഒക്കെ മുകളിൽ അതിനെ അലങ്കരിക്കുന്ന ജീവിതത്തിൻ്റെ രാസവിദ്യ, ഭാഗവതത്തിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം. ഈ രഹസ്യം പറയുന്നതിനൊരു പ്രത്യേകതയുണ്ട്. രഹസ്യം ഏറ്റവും അടുപ്പമുള്ളവരോടെ നമ്മൾ പറയുള്ളൂ. മറ്റൊരാളോട് അർഹതയില്ലാത്തവരോട് പറഞ്ഞു കൊടുക്കില്ല എന്ന ഉറപ്പുള്ളപ്പോഴേ നമ്മൾ രഹസ്യം എന്ന് പറയുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഉപനിഷത്തിന് രഹസ്യവിദ്യ എന്ന് പേര് വന്നത്. ഗൂഢവിദ്യ, അടുത്തിരിക്കുന്നവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നമോ ഭഗവതേ വാസുദേവായ. 41ാമത് അഖില ഭാരത ശ്രീമൽ ഭാഗവത സത്രം ഗുരുവായൂർ പെരുന്തട്ട ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ 19-ാം തീയതി മുതൽ ആരംഭിച്ചു. ഇന്ന് 4ാം ദിവസമാണ്. ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹായജ്ഞം രാവിലെ മഹാഗണപതി ഹോമത്തോടുകൂടി തുടങ്ങി ശ്രീമൽ ഭാഗവത മൂലപാരായണം, തുടർന്ന് 9 മണി മുതൽ പ്രഭാഷണം, ഉച്ചയ്ക്ക് 1 മണിക്കൂർ നാരായണീയ പാരായണം, വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം രാത്രി 9 മണിയോടുകൂടി പ്രഭാഷണം സമാപിക്കുന്നു. ഈ മഹായജ്ഞത്തിന് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അവർക്കെല്ലാം 4 നേരം ഭക്ഷണവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനെല്ലാം ധാരാളം സാമ്പത്തിക ആയിട്ടുള്ള നമുക്ക് സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. അതിന് എല്ലാ ഭക്തജനങ്ങളുടെയും സാമ്പത്തിക സഹായ സഹകരണങ്ങൾ സമിതിയുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ആദ്യമായി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് അമ്മേ, ഈ ലോകത്തിൽ മനുഷ്യൻ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 തരത്തിലുള്ള സ്വഭാവത്തോടു കൂടിയവരാണ്. അതുകൊണ്ട് തന്നെ ഭക്തിയും 3 തരത്തിൽ ഗുണങ്ങൾക്കനുസരിച്ച് അതനുഭവിക്കുന്നവരുടെ, അത് പ്രവർത്തിക്കുന്നവരുടെ സ്വഭാവമനുസരിച്ച് 3 തരത്തിൽ നമുക്ക് ഭക്തിയെ വേർതിരിക്കാം. സാത്വികമായ ഭക്തി, താമസികമായ ഭക്തി, രാജസികമായ ഭക്തി. ഇത് പറയാൻ കാരണം നമ്മൾ ആധുനിക കാലത്ത് ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നാം കാണുന്നത് ഭക്തന്മാരെയാണ്. ഭക്തന്മാരാണ് ഈ ലോകത്തിൽ ഏറ്റവും അധികമുള്ളത്. അപ്പോൾ ഭാഗവതം നമ്മുടെ മുന്നിൽ ഒരു മാതൃകയെ അവതരിപ്പിക്കുകയാണ്. ഒരു മാതൃകയെ അവതരിപ്പിച്ചുകൊണ്ട് ഇത്തരം അനേക ഭക്തന്മാരുടെ പല തരത്തിലുള്ള പ്രകടനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ കാണാം. അതുകൊണ്ട് തന്നെ ആരാണ് ഭക്തൻ എന്ന് തീരുമാനിക്കുമ്പോൾ ഞാൻ പറയുന്നു, ഭക്തൻ ഇങ്ങനെയായിരിക്കണം എന്ന് പറയുന്നു. അപ്പം നമുക്ക് ആരെ ഭക്തനെന്ന് വിളിക്കാം എന്നല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് തലത്തിൽ നിൽക്കുന്നു എന്നാണ്. ഭക്തി വാസ്തവത്തിൽ മറ്റുള്ളവരെ അളക്കാനുള്ള ഒരു അളവുകോലല്ല. അയാൾക്ക് ഭക്തിയുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള അളവുകോലേ അല്ല. മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമേ ഇല്ല. നമുക്ക് ഇതിൽ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അവൻ അങ്ങനെയാണ് മറ്റേയാൾ ഇങ്ങനെയാണ് എന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല. ഇതിൽ നാം എവിടെയാണ് എന്ന് മാത്രമേ അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. കാരണം ഭക്തി ഏറ്റവും ആത്യന്തികമായി അവനവനും ഭഗവാനും മാത്രമുള്ള ഒരു ഏകാന്ത ഇടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭാഗവതം നൽകുന്ന ഒരു പരീക്ഷണമാണ് നമുക്ക്. നമ്മൾ ഇതിൻ്റെ ഏത് തലത്തിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രീമദ് ഭാഗവതം നൽകുന്ന ഒരു പരീക്ഷയാണ്. 3 തരത്തിലുള്ള ഭക്തിയെ ആദ്യം നമുക്ക് പരിചയപ്പെടുത്തുന്നു. വളരെ കൗതുകകരമായി നമുക്ക് തോന്നുന്ന, ആധുനിക കാലത്തിൽ നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന പല അനുഭവങ്ങളിലൂടെയും ഭഗവാൻ അമ്മയെ കൊണ്ടുപോകുന്നുണ്ട്. നോക്കൂ, താമസിക ഭക്തി നമുക്ക് വളരെ പരിചയമുള്ളതാണ്.
അഭിസന്ധായ യോ ഹിംസാം ദംഭം മാത്സര്യമേവ വാ. പറയാണ്, നമുക്ക് അന്യനെ മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്നോ, ഭക്തനാണെന്ന് ബാക്കിയുള്ളവർ ധരിക്കണമെന്നോ, എന്നെ ഭക്തൻ എന്ന തലത്തിലേക്ക് തിരിച്ചറിയണമെന്നോ ഒക്കെയുള്ള ഭാവം ഒരാളിലുണ്ടായാൽ, അതായത് ഭക്തൻ്റെ എല്ലാ ബാഹ്യലക്ഷണങ്ങളും അണിഞ്ഞുകൊണ്ട് ഞാൻ ഭക്തനാണ് എന്നറിയണം എന്നുള്ള ശാരീരികവും മാനസികവുമായ പല ചേഷ്ടകളോടും കൂടി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ചില ഭക്തികളുണ്ട്. ഇത്തരം ഭക്തികൾ നമ്മൾ ധാരാളം കണ്ടുമുട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതും ഭക്തി തന്നെയാണ്. ഭക്തിയിൽ നിന്നും അതിനെ മാറ്റി നിർത്തുന്നില്ല. പക്ഷേ അത് തമോ ഗുണത്തിൻ്റെ ആധിക്യത്തിലുള്ള ഭക്തിയാണ് എന്ന് സൂചിപ്പിക്കുന്നു. മറ്റുള്ളവരറിയണം എന്നു കരുതി തന്നെപ്പോലെ താൻ ഭക്തനാണ് എന്ന് തിരിച്ചറിയണം എന്ന് കരുതിയുള്ള ഭക്തിയെയാണ് ഒന്നാമത്തെ തലത്തിൽ ഏറ്റവും താമസികമായ ഭക്തി എന്ന് പരിചയപ്പെടുത്തുന്നത്. മറ്റൊന്ന്, നമുക്ക് കുറച്ചുകൂടി പരിചയമുള്ള ഐശ്വര്യം, കീർത്തി, ഇതുപോലുള്ള ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഭോഗങ്ങളും ഞാൻ അനുഭവിച്ചുകൊണ്ട് ഞാൻ ഒരു ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു, എനിക്ക് ആ അനുഗ്രഹമുണ്ടാവണം, എനിക്ക് ആ ഭാഗ്യമുണ്ടാകണം. ഇങ്ങനെ പലതരത്തിലുള്ള 100 ആഗ്രഹങ്ങൾ നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനെ ഭജിക്കുന്നുണ്ട്. അതിനെ രാജസിക ഭക്തി എന്ന് പറയുന്നു. നമ്മൾ പലപ്പോഴും പലയിടത്തും കാണുന്നത് അതാണ്. ഇന്ന കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം, ഇന്ന രീതിയിൽ ചെയ്താൽ ഇന്ന കാര്യം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പല തരത്തിലുള്ള പ്രകടനങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഭാഗവതം നമ്മളോട് പറയുന്നു, ഇത് ഭക്തി തന്നെയാണ്, പക്ഷേ ഇത് രജോഭാവത്തോടു കൂടിയ ഭക്തിയാണ്. ഇനി മൂന്നാമത്തെ സാത്വികമായ ഭക്തി, ഞാൻ ആരെയാണോ പൂജിക്കുന്നത് ആ ഭഗവാനിൽ എനിക്ക് രതിയുണ്ടാകണം. ഈശ്വരനെ പൂജിക്കുക എന്നാൽ ആ ഭഗവാനിൽ എനിക്ക് ഏകാന്തമായ രതിയുണ്ടാവണം എന്ന ഭാവത്തോടു കൂടിയിട്ട് യാതൊരു പ്രകടനങ്ങളുമില്ലാതെ ഏകാന്തമായി നിർവഹിക്കുന്ന ഭക്തിയെയാണ് ഏറ്റവും സാത്വികമായ ഭക്തി. അപ്പം അമ്മയെ 3 തരത്തിലുള്ള ഭക്തരെ അമ്മ ഈ ലോകത്ത് നോക്കിയാൽ കാണുന്നുണ്ട്. വലിയ പ്രകടനങ്ങളുള്ളവരെ കാണുന്നുണ്ട്, ഞാൻ ഭക്തനാണെന്ന് അറിയണമെന്ന് വിചാരിച്ച് നടക്കുന്നവരെ കാണുന്നുണ്ട്, എനിക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ടും വലിയ വലിയ വഴിപാടുകളുടെ ലിസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ശാന്തമായ ഏകാന്തമായ മനസ്സുള്ള കുറച്ചു പേരെയും നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഭക്തിയുടെ വൈവിധ്യങ്ങൾ, ഈ ലോകത്തിൽ കാണുന്ന ഭക്തി വൈവിധ്യങ്ങളാണ് എന്ന് ആദ്യം ഭക്തിയുടെ വൈവിധ്യങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇനി ഭക്തി സ്വരൂപം പറയുന്നത് വളരെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, പലപ്പോഴും ഈ ഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് കേവലം ശാന്തമായിരുന്നു കൊണ്ട് ഭഗവാനോടുള്ള ഏറ്റവും അങ്ങേയറ്റത്തെ ഹൃദയലയം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന അത്യപൂർവം പേരെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അത്തരം ചില ഭാവങ്ങൾ, നമ്മളിൽ ഉണരുന്ന അത്തരം ചില ഭാവങ്ങളൊക്കെ നമ്മളിലൂടെ ഈ സമയത്ത് കടന്നു പോകും. മദ്ഗുണശ്രുതി മാത്രേണ മയി സർവഗുഹാശ്രയേ മനോഗതിരവിച്ഛിന്ന യഥാ ഗംഗാംഭസോ അംബുധൗ. ഒറ്റ നിർവചനമേ ഉള്ളൂ ഭഗവാൻ പറയുന്നത്. ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ ഹ്യുദാഹൃതം അഹൈതുകി അവ്യവഹിത യാ ഭക്തി പുരുഷോത്തമേ. ഭക്തിയെ ഏറ്റവും ഹൃദയഭാവങ്ങളിലൂടെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ സർവഗുണാശ്രയനായ ഭഗവാനിൽ മനോഗതിരവിച്ഛിന്ന, നിങ്ങൾക്ക് ഇടതടവില്ലാതെ നിരന്തരമായി ഏകാന്തമായി ഒരേ തലത്തിൽ നിങ്ങൾക്ക് മനസ്സിനെ നിർത്താൻ സാധിക്കുന്നുണ്ടോ? രമണ മഹർഷി പറയില്ലേ, ആജ്യധാരയാ
ശ്രോതസാ സമം സരളചിന്തനം വിരളതഃ പരം. ഒരു ഉരുക്കിയ നെയ്യ് ഒരു പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് പോലെ നിരന്തരമായി ഇടതടവില്ലാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ മനസ്സിൻ്റെ എല്ലാ ചിന്തകൾക്കും ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ ഇതിനെ നിർവചിക്കുന്നത് ഒരു പല്ലുവേദനയുണ്ടെന്ന് വിചാരിക്കൂ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ പല്ലുവേദന നമുക്കുണ്ട്. രാവിലെ നമ്മളെല്ലാം പണിയെടുക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, കുട്ടികളെ കുളിപ്പിക്കുന്നുണ്ട്, കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നുണ്ട്, നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, അവിടെ ഗൗരവമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഒരു പല്ലുവേദനക്കാരൻ തൻ്റെ വേദന അവിടെ ഉണ്ട്, പക്ഷെ തൻ്റെ കർമ്മങ്ങളൊക്കെ വ്യാപരിക്കുന്നുണ്ട്. ഇതുപോലെ ഏതു കർമ്മം ചെയ്യുമ്പോഴും ഗോപികമാരുടെ ഏറ്റവും വലിയ മഹത്വം അതായിരുന്നു. ഈ ബംഗാളിലെ കുടുംബങ്ങളിൽ രാമകൃഷ്ണദേവൻ പറയും, ഈ വീട്ടിൽ അവിലിടിക്കുന്ന സ്ത്രീകളുടെ ഉദാഹരണം പറയും. അവർ നല്ല ഗൗരവമായ പണിയാണ് ചെയ്യുന്നത്, കാരണം അതിനിടയിലെങ്ങാൻ കൈ പെട്ടുപോയാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ അവിലിടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ അടുക്കളയിൽ എന്തെങ്കിലും ചെറിയ പണി ചെയ്യുന്നുണ്ടാവും, കുട്ടിയെ ഉറക്കുന്നുണ്ടാവും, കുട്ടിക്ക് പാല് കൊടുക്കുന്നുണ്ടാവും, ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഇതിൽ നിന്നും ശ്രദ്ധ ഒട്ടും മാറിപ്പോകാത്തതുപോലെ എല്ലാ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും രാവിലെ വേദനിപ്പിച്ച ആ പല്ല് വേദന പതുക്കെ മനസ്സിലുണ്ടാവുകയും പക്ഷേ എല്ലാ കർമ്മങ്ങളും ചെയ്യുകയും ചെയ്യുന്നത് പോലെ ഭക്തി എന്നാൽ ഭക്തി ഉറച്ചോ എന്ന് അറിയണമെങ്കിൽ ഒട്ടൂരിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഉപമയുണ്ട്. നമുക്കറിയാം, ഗുരുവായൂർ പരിസരങ്ങളിൽ ഹൃദയം ഭഗവാനിൽ സമർപ്പിച്ച് ജീവിച്ച ആളാണ് ശ്രീ ഒട്ടൂരുണ്ണി നമ്പൂതിരിപ്പാട്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, എങ്ങനെയാ ഭക്തി ഉറച്ചോ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അദ്ദേഹം രസമായിട്ടുള്ളൊരു ഉദാഹരണം പറഞ്ഞു. അക്ഷരമാല കുട്ടിക്ക് മനസ്സിലായോ എന്ന് എങ്ങനെയാ അറിയാം? ഈ സചിത്ര ബാലപാഠം എന്നൊക്കെ പറഞ്ഞ് കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ആ അമ്മ ഈ ഈച്ച എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ അക്ഷരമാലാ പുസ്തകത്തിൽ പഠിച്ച അക്ഷരങ്ങൾ ഒരു പുസ്തകത്തിൽ കാണുമ്പോൾ കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റണം. ഇത് ജലജം എന്നതിലെ ജ ഞാൻ ആ അക്ഷരത്തിൽ, ജാലം എന്നുള്ളതിലെ ജ ഞാൻ ആ പുസ്തകത്തിൽ പഠിച്ചതാണ്. അപ്പോൾ അക്ഷരമാലാ പുസ്തകത്തിൽ പഠിച്ച അക്ഷരം ഒരു കവിതയുടെ ഭാഗമായി, ഒരു പുസ്തകത്തിൻ്റെ ഭാഗമായി ഒക്കെ കാണുമ്പോൾ കുട്ടിക്ക് തിരിച്ചറിഞ്ഞാൽ നല്ല അധ്യാപകൻ മനസ്സിലാക്കും, ഇവന് അക്ഷരമുറച്ചു എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഒട്ടൂര് പറയുന്നു, ഭക്തി ഉറച്ചോ എന്ന് മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിട്ടുള്ളൊരു വഴിയുണ്ട്. ശ്രീകോവിലിൽ ഞാൻ കണ്ട് ശീലിച്ച ഭഗവാൻ, ശ്രീകോവിലിൽ ഞാൻ പരിചയപ്പെട്ട ഭഗവാൻ, ശ്രീകോവിലിൽ ഞാൻ ചതുർബാഹുവായി ദർശിച്ച ഭഗവാൻ, ഞാൻ ആ ശ്രീകോവിലിൽ തൊഴുവലൊക്കെ കഴിഞ്ഞ് ഗംഭീരമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്തു നിന്ന് കുരയ്ക്കുന്ന നായ്ക്കുട്ടിയിലും ഈ ഭഗവാനെ എനിക്ക് ദർശിക്കാൻ സാധിച്ചാൽ ഭക്തി ഉറച്ചോ എന്ന് മനസ്സിലാക്കാം. ഷിർദി സായിബാബയുടെ വളരെ ഹൃദയസ്പർശിയായ ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരു വലിയ ഭക്തൻ ഭഗവാനോട് വന്ന് പറഞ്ഞു, എൻ്റെ കുടുംബം അങ്ങ്, എൻ്റെ വീട് അങ്ങ് സന്ദർശിക്കണം, ഞാൻ എല്ലാം ഒരുക്കിയിട്ടിരിക്കും, അങ്ങും ശിഷ്യന്മാരും ഇന്നെൻ്റെ വീട്ടിൽ സന്ദർശിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ നാളെ വരാം, ഇത്ര മണിക്ക് വരാം, എല്ലാം തയ്യാറാക്കി വെച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തയ്യാറാക്കി വെച്ചു. അയാൾ പരവതാനികളൊക്കെ വിരിച്ചു, ഗംഭീരമായ സദ്യയൊക്കെ ഒരുക്കി, എല്ലാം തയ്യാറാക്കി, പൂജാമുറിയൊക്കെ നല്ല ചിത്രങ്ങളൊക്കെ തുടച്ച് നല്ല പൂക്കളൊക്കെ ചാർത്തി ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഭഗവാൻ വരും എന്ന് പറഞ്ഞ സമയമായപ്പോൾ ഒരു കുരച്ചുകൊണ്ടൊരു പുഴുത്ത പട്ടി ആ വഴിയിൽ കൂടി ഓടി വന്നു. അപ്പോൾ ഇയാൾ വേഗം കാവൽക്കാരെയൊക്കെ വിട്ടിട്ട് ആ പട്ടി അവിടെ നിന്ന് മാറ്റുക, ഭഗവാൻ വരാറായി, ഭഗവാൻ വരണ സമയമാണ്, ആ പരവതാനിയിൽ അതിൻ്റെ ശരീരത്തിലൊക്കെ അഴുക്കുണ്ട്, അത് വീഴ്ത്തരുത്, ഭഗവാൻ വരാറായി എന്ന് പറഞ്ഞിട്ട് അയാളെ ആ പട്ടിയെ അവിടെ നിന്ന് മാറ്റി. കാത്തിരുന്നു, കുറേ നേരമായി ഭഗവാൻ വരുന്നില്ല. വൈകുന്നേരമായി, ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊക്കെ ആർക്കൊക്കെയോ എടുത്തു കൊടുത്തു. സങ്കടപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ ഭഗവാന്റെ അടുത്ത് ചെന്നു. അങ്ങനെ കാണാൻ വരാമെന്ന് പറഞ്ഞു, അങ്ങ് വന്നില്ല. ഭഗവാൻ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നാളെ വരാം.
പിറ്റേ ദിവസവും ഇന്ന് എന്തായാലും ഭഗവാൻ വരും, ഇന്നലെ എന്തോ തിരക്ക് കൊണ്ടാണ്, അതുകൊണ്ട് ഇന്ന് എന്തായാലും വരും എന്ന് പറഞ്ഞിട്ട് എല്ലാം തലേ ദിവസത്തെ പോലെ സജ്ജീകരിച്ചിരുന്നു. ഭഗവാൻ വരുമെന്ന് പറഞ്ഞ സമയമായപ്പോഴേക്കും ഒരു വൃദ്ധനായ, എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ 2 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല, ഇവിടെ എന്തോ ആഘോഷം നടക്കുന്നു എന്ന് കണ്ടു, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഗുരുനാഥനെ കാത്തിരിക്കുകയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാതെ അതിനു മുമ്പ് ഞാൻ ആർക്കും ഭക്ഷണമൊന്നും കൊടുക്കില്ല, നിങ്ങൾ പോവൂ, പിന്നെ എപ്പോഴെങ്കിലും വരൂ, എൻ്റെ ഗുരു ഇപ്പം വരും, സംസാരിക്കാൻ സമയമില്ല, ഇപ്പം ഗുരു വരും. ഉച്ചയായി, വൈകുന്നേരമായി, ഭഗവാൻ ഇനിയും വന്നില്ല. ഇയാൾ പിറ്റേ ദിവസം ഏറെ ശുണ്ഠിയോട് കൂടിയിട്ട് തിരിച്ച് ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അങ്ങ് 2 ദിവസമായി എന്നെ പറ്റിക്കുന്നു. അല്ലേ, ചില ഭക്തന്മാരുടെ രീതി അതാണ്. ഭഗവാനോട് ഗൗരവമായി തന്നെ പറഞ്ഞു, 2 ദിവസമായി എന്നെ പറ്റിക്കുന്നു, ഇനി ഇത് വെച്ചോണ്ടിരിക്കാൻ സാധിക്കില്ല, 2 ദിവസവും അങ്ങ് വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷിർദി സായിബാബ പറഞ്ഞു, അത്രേ, നിന്നെ കാണാൻ ഞാൻ 2 ദിവസവും വന്നിരുന്നു, പക്ഷെ 2 ദിവസവും നീ നിർദാക്ഷിണ്യം എന്നെ ആട്ടിപ്പായിച്ചു, അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി ഞാൻ എപ്പോൾ, എങ്ങനെ, എവിടെ നിന്റെ വീട്ടിൽ വരുമെന്ന് നിന്നോട് ഞാൻ പറയുന്നില്ല. ഞാനൊരു പാവം ശ്വാവിൻ്റെ രൂപത്തിൽ വന്നു, നീ എന്നെ ഓട്ടിച്ചു, ഞാനൊരു പാവം മനുഷ്യൻ്റെ രൂപത്തിൽ വന്നു, നീ എന്നെ ആട്ടിപ്പായിച്ചു, അതുകൊണ്ട് ഇനി ഞാൻ എങ്ങനെ വരും എന്ന് നിന്നോട് പറയുന്നില്ല, എല്ലാ ദിവസവും ഞാൻ വരും എന്നു കരുതി നീ കാത്തിരിക്കൂ. ഇതൊരു ഭക്തന് കൊടുക്കുന്ന വലിയ ഉറപ്പാണ്. ഇവിടെ ഭക്തി എന്താണ് എന്ന് നാം കണ്ടിട്ടുള്ള പലതരത്തിലുള്ള ഭക്തി പ്രകടനങ്ങളെ കാണിച്ച്, ഭക്തന്മാരാണ് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പല തലങ്ങളിൽ നാം പരിചയപ്പെട്ടിട്ടുള്ളത്. പല തലങ്ങളിലുള്ള ഭക്തിയെ നാം കണ്ടിട്ടുണ്ട്. ഞാൻ ഭക്തനാണെന്ന് അവകാശപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട്. പണ്ട് ചിന്മയാനന്ദ സ്വാമിജി യജ്ഞത്തിൽ പറയായിരുന്നു, രാവിലെ ഒരു വലിയ വാൾപോസ്റ്റ് നെറ്റിയിലൊട്ടിച്ച് പുറത്തിറങ്ങുന്ന ചില മനുഷ്യരുണ്ട്. ഞാൻ ഭക്തനാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഭക്തൻ്റെ എല്ലാ പ്രകടനങ്ങളിലും ജീവിക്കുന്നവരുണ്ട്. ഞാനൊരിക്കലും വൃന്ദാവനത്തിൽ പോയപ്പോൾ ഒരു അത്ഭുതകരമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. കേരളത്തിൽ വലിയ ഉന്നത ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്ന വലിയ ധനാഢ്യനായ ഒരു വ്യക്തി. ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ 2ാം പകുതിയിൽ തൻ്റെ എല്ലാ സ്വത്തുക്കളും സമ്പത്തുക്കളും ഒക്കെ ആൾക്കാർക്ക്, ബന്ധുക്കൾക്കും മക്കൾക്കും ഒക്കെ കൊടുത്ത് തീർത്തിട്ട് അദ്ദേഹം സ്വസ്ഥമായി ജീവിക്കുന്നുണ്ട്. ആരോഗ്യമുണ്ട്. ആരോഗ്യമെല്ലാം ക്ഷയിച്ച് ഇനി കിടപ്പായപ്പോഴല്ല അദ്ദേഹം ആ മാർഗം സ്വീകരിച്ചത്. അദ്ദേഹം ചെയ്യുന്നത് ഒരു വലിയ ഗോശാല നടത്തുകയാണ് അദ്ദേഹം. അപ്പം നമ്മൾ വിചാരിക്കും വൃന്ദാവനത്തിലൊക്കെ ഗോശാല നടത്തിയാൽ നല്ല ലാഭമാണ്, ഇഷ്ടം പോലെ പാല് വിറ്റ് ആൾക്കാർക്കൊക്കെ കൊടുത്ത് സുഖമായി ജീവിക്കാം. ഇദ്ദേഹം നടത്തുന്ന ഗോശാലയുടെ പ്രത്യേകത പീതോതക, ജഗ്ധതൃണ, ദുഗ്ധദോഹ, നിരിന്ദ്രിയ. പണ്ട് നചികേതസിൻ്റെ അച്ഛൻ ദാനം ചെയ്ത പശുക്കളുണ്ട്. കറവ പറ്റിയവർ, പുല്ല് തിന്നാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടവർ, ഇനി എഴുന്നേറ്റ് നിൽക്കില്ല എന്നുള്ളവർ. അറവുകാരന് നമുക്കാവശ്യമുള്ളത് മുഴുവൻ എടുത്തു കഴിഞ്ഞ് അറവുകാരന് വിറ്റ പശുക്കളെ അറവുശാലയിൽ നിന്നും വാങ്ങി അദ്ദേഹം തൻ്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക്, ഈ ഗോമാതാക്കൾക്ക് സ്വസ്ഥമായ മരണം അദ്ദേഹം ഉറപ്പുവരുത്തുന്നു. ശാന്തമായി അവരെ പരിചരിച്ച് അവർക്ക് ആവശ്യമുള്ള വൈദ്യസഹായം ചെയ്ത് സ്വസ്ഥമായി, ഏകദേശം 120ഓളം പശുക്കളുണ്ട് അദ്ദേഹത്തിൻ്റെ ഗോശാലയിൽ. ഇതിനെ ഭക്തി എന്നല്ലാതെ നമ്മൾ വേറെന്താ പറയുക? ഭഗവാൻ പറയുന്നു, മദ്ഗുണശ്രുതി മാത്രേണ, എൻ്റെ ഗുണങ്ങളുടെ ശ്രുതി കൊണ്ട് എന്നെപ്പറ്റി കേൾക്കുമ്പോൾ, ഹൃദയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ പറ്റി കേൾക്കുമ്പോൾ മറ്റൊരാളെ പറ്റി അല്ല കേൾക്കുന്നത്, എന്നെ പറ്റിയാണല്ലോ കേൾക്കുന്നത് എന്ന് തോന്നണം. ഒട്ടൂരിനെ വീണ്ടും ഞാൻ ഓർത്തു പോവാണ്. ഒട്ടൂർ ഒരിക്കൽ പറഞ്ഞു, ഗുരുവായൂരപ്പനെ ശിവേലിക്ക് പുറത്തേക്ക് എഴുന്നള്ളിച്ച സമയത്ത് ഗുരുവായൂരപ്പനെ നോക്കിയിട്ട് ഒട്ടൂര് പറഞ്ഞത്രേ, കുളിർത്തതെന്മൈ അഭിഷേചനത്താൽ നിറഞ്ഞതെൻ കുക്ഷി ഉഷപൂജ നേരം,
വിയർത്തതെന്നെറ്റി ശിവേലി കൊണ്ടേൻ. ഭഗവാനെ അവിടത്തേക്ക് രാവിലെ ഡിസംബർ മാസമൊക്കെയാണ്, ആ സമയത്ത് വെളുപ്പാങ്കാലത്ത് അഭിഷേകം ചെയ്തപ്പോൾ കുളിർത്തതെന്മയി. ഉഷപൂജയ്ക്ക് അങ്ങക്ക് നേദിച്ചപ്പോൾ നിറഞ്ഞതെൻ കുക്ഷി. ആ വെയിലത്ത് ശിവേലിക്ക് ആനപ്പുറത്തിരുന്നപ്പോൾ ഭഗവാന്റെ നെറ്റി വിയർത്തപ്പോൾ വിയർത്തതെന്നെറ്റി ശിവേലി കൊണ്ടേൻ. എന്നിട്ട് അത്ഭുതത്തോടെ ചോദിക്കുന്നു, മരുത്പുരാധീശ, ഇതെന്തു ന്യായം? ഇതെങ്ങനെ സംഭവിച്ചു? ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതെങ്ങനെ സംഭവിക്കുന്നു? ആണ്ടാളുടെ കഥയിൽ മനോഹരമായ ഒരു ഭാവം സൂചിപ്പിക്കുന്നുണ്ട്. വിഷ്ണുചിത്തരുടെ വളർത്തുമകളായിരുന്നു ആണ്ടാൾ. വിഷ്ണുചിത്തരുടെ പ്രിയപ്പെട്ട മകളായിരുന്നു. ചൂടിക്കൊടുത്ത നാച്ചിയാർ എന്നറിയപ്പെട്ട, ഭഗവാന് മാല കെട്ടിക്കൊടുക്കുന്നതാണ് അച്ഛൻ. അങ്ങനെ അച്ഛൻ ഭഗവാന് മാല കെട്ടിക്കൊടുക്കാൻ വച്ചിരുന്ന മാല അന്ന് രാവിലെ കൊണ്ടുപോകണം ക്ഷേത്രത്തിലേക്ക്. ഭംഗിയുള്ള പൂക്കൾ കൊണ്ട് അച്ഛൻ മാലയുണ്ടാക്കി അവിടെ വെച്ചു. അച്ഛൻ വന്ന് നോക്കുമ്പോൾ കാണുന്നത് 5 വയസ്സ് 6 വയസ്സുള്ള തൻ്റെ മകൾ ആ മാലയൊക്കെ ഇട്ടിട്ട് കണ്ണാടിയുടെ മുന്നിൽ നൃത്തം ചെയ്യാണ്. അച്ഛൻ ദേഷ്യപ്പെട്ടു, ഇത് ഭഗവാന് കൊടുക്കാനുള്ളതാണ്, ഇത് നീ എടുത്ത് അണിയരുത്. അവർ പറഞ്ഞത്, ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ, മനോഹരമായ അടുത്ത കാലത്ത് ഒരു ചിത്രകാരൻ ആ ചിത്രത്തെ ആവിഷ്കരിച്ചിട്ടുണ്ട്. കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഭഗവാൻ ആ മാലയിട്ട് കണ്ണാടിയിൽ നിന്നും എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. ഞാൻ എന്നെയല്ല കണ്ടത്, ഇതിട്ട ഭഗവാനെയാണ് എന്ന് പിന്നീട് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മകൾ ഈ ഭഗവാന് കൊടുക്കാൻ വച്ചിരുന്ന മാല ഇട്ടത് അച്ഛൻ ഇഷ്ടമായില്ല, നല്ലോണം ദേഷ്യപ്പെട്ടു. അദ്ദേഹം അതെടുത്ത് കളഞ്ഞിട്ട് വേറെ മാല കെട്ടി ഭഗവാന് ചാർത്തി. അന്ന് രാത്രി ശ്രീരംഗത്തെ സാക്ഷാൽ ശ്രീരംഗനാഥനെ പതിയായി സ്വീകരിക്കുകയാണ് പിന്നീടുണ്ടായത് ആണ്ടാൾ. അന്ന് രാത്രി ഭഗവാൻ ഒരു ദർശനം കൊടുത്തത്രേ അവിടുത്തെ പൂജാരിക്ക്. നാളെ മുതൽ ഈ മോള് കോതൈ എന്നാണ് അവൾ അറിയപ്പെട്ടിരുന്നത്, അവളുടെ പേരിട്ടത്, അച്ഛനിട്ട പേര്. അവളിട്ട മാല കെട്ടിയിട്ട് ആദ്യം അവൾ ധരിക്കട്ടെ, അതിനുശേഷം ആ മാല എനിക്ക് മതി. ചൂടിക്കൊടുത്ത നാച്ചിയാർ എന്ന് ആണ്ടാൾ പിന്നീട് അറിയപ്പെട്ടതും തിരുപ്പാവൈ പോലെയുള്ള മിസ്റ്റിക് കവിതകൾ, ഭഗവാനോടുള്ള ഭക്തിയാനന്ദത്തിൽ രചിക്കപ്പെട്ട കവിതകൾ അവരിൽ നിന്നും സംഭവിച്ചതും ഈ ഒരു അദ്വൈതാനന്ദത്തിൻ്റെ തലത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളിലും കോവിലിലേറെ പ്രദക്ഷിണം ചെയ്തിട്ട വാതിലിൽ നിന്നുകൊണ്ട് മാറന്നോതി പിച്ചക്കാരെ ചവിട്ടുന്ന ഭാവം വിചിത്രമല്ലേ? ഭക്തിഭാവം ദുഷിക്കുകില്ലേ? എന്തൊരത്ഭുതമാണത്! ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വച്ചിട്ട് ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഒന്ന് കൈകൊണ്ട് യാചിച്ചു വരുന്ന ഭക്തനിൽ നിനക്ക് ഭഗവാനെ കാണാൻ സാധിച്ചില്ല എങ്കിൽ നിന്റെ ഭക്തിയെ ഞാൻ താമസഭക്തി എന്ന് വിളിക്കും. അപ്പം ഭക്തിയെ തിരിച്ചറിയുമ്പോൾ അനേക ഭക്തകോടികൾക്കിടയിൽ നിന്നും ശരിയായ ഭക്തനെ തിരിച്ചറിയണമെങ്കിൽ, അഥവാ എൻ്റെ ഭക്തി ശരിയായ ദിശയിലാണോ എന്ന് എനിക്ക് തിരിച്ചറിയണമെങ്കിൽ, ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട്, അമ്മയുടെ അടുത്ത്, സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ അടുത്ത് വളരെ കുറച്ച് ആൾക്കാർ മാത്രം അമ്മയോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വൈകുന്നേരം ഒരു സാധകൻ അമ്മയോട് ചോദിച്ചു, ഞാൻ ധാരാളം ആധ്യാത്മിക സാധനകൾ ചെയ്യുന്ന ആളാണ്, ജപം ചെയ്യുന്നുണ്ട്, ധ്യാനം ശീലിക്കുന്നുണ്ട്, എങ്ങനെയാണ് എനിക്ക് ഭക്തി ഉറച്ചോ, എൻ്റെ സാധന ഉറച്ചോ, ഞാൻ ചെയ്യുന്ന സാധനകൾ ശരിയായ മാർഗത്തിലാണോ എന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് ചോദിച്ചു. അപ്പം അമ്മ ഒറ്റ വാക്കിൽ അതിന് മറുപടി പറഞ്ഞത്, മോനെ, സാധന ഉറച്ചോ എന്നറിയാൻ ഈ മുന്നിൽ കൂടെ പോകുന്ന കുഞ്ഞുറുമ്പിലും ഈ ചെറിയ പ്രാണിയിലും നിനക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുന്നുണ്ടോ? കപിലൻ ഉപദേശിക്കുന്ന വാക്യങ്ങളിൽ ഏറ്റവും പ്രധാനം, നിർവ്യാജമായി നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ശ്രീരാമകൃഷ്ണദേവനാണ് ഭക്തിക്ക് അനുരാഗമെന്ന മഹാ ആശയഗർഭമായ
വാക്ക് മറുവാക്കായി നൽകിയത്. ഭക്തിയെ അനുരാഗമെന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ വിളിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മുന്നിൽ കൂടെ പോകുന്ന കുഞ്ഞുറുമ്പിലും നിനക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഭക്തി ഉറച്ചു എന്ന് മനസ്സിലാകും. ഇതിനെയാണ് ശ്രീമദ് ഭാഗവതം ഭക്തി എന്ന് നമുക്ക് പരിചയപ്പെടുത്തിയത്. നോക്കൂ, അഹൈതുക്യ അവ്യവഹിത, അഹൈതുകിയായ, നിരന്തരം ഇടതടവില്ലാത്ത അകാരണമായി തോന്നുന്ന പ്രപഞ്ചത്തോടുള്ള ഒരു ഭാവമുണ്ട്. അഹൈതുകതയാ സിന്ധു എന്ന് നമ്മൾ ഗുരുവിനെ വിളിക്കും. ശിഷ്യനോടുള്ള ഗുരുവിൻ്റെ ഭാവം പൂർണ്ണമാകുന്നത് അത് യാതൊരു കാരണവുമില്ലാതെ, കാരണത്തിന് വേണ്ടി ഭജിക്കുന്ന ഭക്തിയെ നമ്മൾ രാജസഭക്തി എന്ന് കണ്ടു. കാരണം ഏതുമില്ലാതെ അവ്യാജമായി, നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ ഏറ്റവും ഹൃദയം കൊണ്ട് വിളിക്കുന്ന ഒരു നാമമുണ്ട്, അവ്യാജ കരുണാമൂർത്തയേ നമ എന്ന്. അപ്പോൾ അവ്യാജമായി എപ്പോഴാണോ യാതൊരു ഫലവും കാക്ഷിക്കാതെ ഭക്തന് ഈശ്വരനോട് ഹൃദയ ഐക്യം സാധിക്കുന്നത്, ഈ സമയത്താണ് ഭക്തി ഉറച്ചു. എപ്പോ ഭക്തി ഉറച്ചു? ജീവജാലങ്ങളോട് മുഴുവൻ നിങ്ങൾക്ക് അവ്യാജമായ സ്നേഹം ഉള്ളിലുണ്ടാകുന്നുണ്ടോ? കാരുണ്യമുള്ളിലുണ്ടാകുന്നുണ്ടോ? എൻ്റെ ഭഗവാന്റെ ഭാവം തന്നെയാണ് ഈ നായയായി വന്നതും ഭക്ഷണം കഴിക്കാനുള്ള ഒരു നേരത്തെ ഭക്ഷണം തരൂ എന്ന് പറഞ്ഞു വന്ന ഭിക്ഷക്കാരനിലും എനിക്ക് ഭഗവാ സ്വരൂപത്തെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ഭക്തിയെയാണ് ഭാഗവതം നമുക്ക് പരിചയപ്പെടുത്തുന്ന ഭക്തി. അപ്പം നമ്മൾ ഭാഗവതത്തോടടുക്കുമ്പോൾ ഭാഗവതം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉപദേശങ്ങളിലൊന്ന് ഭഗവാനിൽ സർവം സമർപ്പിക്കണം എന്ന് എങ്ങനെയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്? എൻ്റെ സ്വരൂപമായി ഈ പ്രപഞ്ചത്തെ മുഴുവൻ കാണുക. ഇതൊരു അദ്വൈത ബോധത്തിലേക്ക് ഹൃദയം കൊണ്ടടുക്കുന്ന പ്രക്രിയയാണ്. അദ്വൈതം പറയും ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായ ചൈതന്യമാണ് എന്ന് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ, അത് ഭക്തി കൊണ്ട് പറയുകയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനോടും നിങ്ങൾക്ക് അനുരാഗമുണ്ടാകുന്നുണ്ടോ? ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനോടും നിങ്ങൾക്ക് എനിക്ക് പ്രയോജനമില്ലെങ്കിലും അതിനെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ പശുവിനെ മുഴുവൻ അദ്ദേഹം വളർത്തിയത് അതിനെ ആവശ്യമുള്ളവരൊക്കെ അതിൻ്റെ പാലുമൊക്കെ എടുത്ത് അതിനെ ഉപേക്ഷിച്ചപ്പോൾ അതിനെ സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ ഭക്തിയെയാണ് ഏറ്റവും ഗംഭീരമായ ഭക്തി എന്ന് നമുക്ക് പരിചയപ്പെടുത്തിയത്. അമ്മയ്ക്ക് ഭക്തി എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥിതഃ സദാ തമവജ്ഞായ മാം മർത്യ കുരുതേ അർച്ചാവിഡംബനം. ഞാൻ എല്ലാത്തിലും വസിക്കുന്നുണ്ട് എന്ന്, ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളിലും ഞാനുണ്ട് എന്ന് തിരിച്ചറിയാതെ നിങ്ങൾ ഒരിടത്ത് മാത്രം എന്നെ അന്വേഷിച്ചാൽ, ഒരിടത്ത് മാത്രം എന്നെ, അവയാറിൻ്റെ കഥ കേട്ടിട്ടില്ലേ? അവയാറ് ഭഗവാനെ കാണാൻ പോയപ്പോൾ അമ്മ ഇങ്ങനെ കാലൊക്കെ, വയസ്സായില്ലേ, അമ്മ കാലൊക്കെ നീട്ടിയിട്ടാണ് ഇരിക്കണത്. അപ്പോൾ പാർവതി ദേവിക്ക് തോന്നി ഒരു ബഹുമാനം ഇല്ലാതെ ഭഗവാന്റെ നേരെ കാല് നീട്ടി അമ്മ ഇരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഭഗവാൻ, പാർവതി ദേവി ഭഗവാനോട് പറഞ്ഞു, ഈ അമ്മയ്ക്ക് ഒരു ബഹുമാനം ഇല്ല, ഇവർ കാലൊക്കെ ഒട്ടും മടക്കി വെക്കാതെ നീട്ടിയിരിക്കുകയാണ്. കൈലാസാധിപൻ്റെ നേരെ കാല് നീട്ടിയൊക്കെ ഒരു ബഹുമാനം ഇല്ലാതെയാണോ ഈ അമ്മ ഇരിക്കുന്നത്? അപ്പം ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ പോയി പറയൂ, സ്ത്രീകളാവുമ്പോൾ പറയൽ എളുപ്പമാണല്ലോ, നിങ്ങൾ തന്നെ അമ്മയോട് കാലൊതുക്കി വെച്ചിരിക്കാൻ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ പാർവതി ദേവി, സങ്കല്പമാണേ, പാർവതി ദേവി പറഞ്ഞു അത്രേ, അമ്മേ ഇങ്ങനെ ഇരിക്കരുത്, ഭഗവാന്റെ നേരെ കാല് വെച്ചിരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, ഭഗവാൻ ഇല്ലാത്ത എവിടേക്കെങ്കിലും എൻ്റെ കാല് മാറ്റി വെച്ചോളൂ കുട്ടി, എന്നാൽ എനിക്ക് നന്നായിരിക്കാമല്ലോ എന്ന് പറഞ്ഞു. സങ്കല്പത്തിൽ ഇങ്ങനെയാണ്, ആ അമ്മയുടെ പാദങ്ങൾ ദേവി എവിടേക്കൊക്കെ മാറ്റിവെച്ചോ അവിടേക്കൊക്കെ കൈലാസം തിരിഞ്ഞത്രേ. നാമദേവന്റെ കഥയിൽ ഇങ്ങനെ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജ്ഞാനിയായ
ഒരു ശിഷ്യൻ അദ്ദേഹത്തെ ദർശിക്കാൻ വന്നു. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രത്തിലുണ്ട് നാമദേവൻ എന്നു കേട്ടിട്ട് ആ ശിവക്ഷേത്രത്തെ അന്വേഷിച്ചു വന്നു. അപ്പം ക്ഷേത്രത്തിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച ആ ശിവലിംഗത്തിൻ്റെ മുകളിൽ കാല് വെച്ചുകൊണ്ട് കിടക്കുന്ന ഗുരുനാഥനെയാണ്. അപ്പം ശിഷ്യനാകെ ആശങ്കയായി, കാരണം ഇങ്ങനെ ഒരാളെ അല്ല ഞാൻ കാണാൻ വന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ ഇല്ലാത്തിടത്തേക്ക് മാറ്റിവെച്ചുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പാദം മാറ്റിവെച്ചിടത്തൊക്കെ ശിവലിംഗങ്ങളുണ്ടായി വന്നു എന്ന് പറയുന്നു. ഇതൊരു ഒരു കവിയുടെ ഒരു സങ്കല്പ കാഴ്ചയാണ് നമ്മുടെ മുന്നിൽ വർണ്ണിക്കുന്നത്. പക്ഷേ ഭക്തിയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ ഭഗവാനില്ലാത്ത ഒരിടം ഇല്ലാതിരിക്കുകയും പ്രപഞ്ചത്തിലെ എല്ലാത്തിനോടും അനുരാഗമുണ്ടാവുകയും, അനുരാഗമുണ്ടായാലുള്ള പ്രത്യേകത എന്താണ്? നാം ഭജനത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായി നാം ഭജിക്കുന്നത് ഭയമില്ലാതാക്കാനാണ്. ഭയമാണ് മനുഷ്യനെ ആത്യന്തികമായി നയിക്കുന്ന ഒരു വികാരം. ഭയത്തിൽ നിന്നും മോചനം നേടാനാണ് നാം ഭഗവാനെ സ്മരിക്കുന്നതും ഭക്തി ശീലമാക്കുന്നതും. അപ്പോൾ ഭയം എന്ന ആത്യന്തിക വികാരത്തെ ഇല്ലാതാക്കാൻ ഒരു മാർഗമേ ഉള്ളൂ, അത് സ്നേഹം ശീലിക്കലാണ്. അപ്പം അതുകൊണ്ട് ഭാഗവതം ഭക്തിയെ നമുക്ക് പരിചയപ്പെടുത്തിയത് നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു വികാരത്തെ പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഭാവം സ്നേഹമാണ്. സ്നേഹത്തെ നമുക്കൊക്കെ പരിചയമുണ്ട്. സ്നേഹം നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. എൻ്റെ കുട്ടിയോട് എനിക്ക് സ്നേഹമുണ്ട്, എനിക്ക് ചുറ്റുപാട് നിൽക്കുന്നവരോട് എനിക്ക് സ്നേഹമുണ്ട്, എനിക്ക് പ്രിയപ്പെട്ടവരോട് എനിക്ക് സ്നേഹമുണ്ട്, എന്നോട് അടുത്ത് നിൽക്കുന്നവരോട് എനിക്ക് സ്നേഹമുണ്ട്. അങ്ങനെ സ്നേഹമെന്ന അടിസ്ഥാന വികാരത്തെ ഏറ്റവും നന്നായി അറിയാവുന്നവരോട് ഭാഗവതം പറഞ്ഞു, നിങ്ങൾക്ക് മോക്ഷത്തിനൊരു വഴിയുണ്ട്. ഈ സ്നേഹം എന്ന നിങ്ങളുടെ ഏറ്റവും സങ്കുചിതമായ ഭാവത്തെ, നിങ്ങളെ കൂടുതൽ കൂടുതൽ ചുരുക്കിക്കളയുന്ന, നേരത്തെ ശ്രുതിയുടെ പ്രസംഗത്തിൽ ശ്രുതി പറഞ്ഞു, കർമ്മം ബന്ധനത്തിനും കാരണമാണ്, അതേ കർമ്മം തന്നെ മോക്ഷത്തിനും കാരണമാണ്. സ്നേഹമാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബന്ധിപ്പിക്കുന്നത്. സ്നേഹമാണ് ഒരു മനുഷ്യനെ തളച്ചിടുന്നത്. ഇതേ സ്നേഹം തന്നെയാണ് നിന്നെ മോക്ഷത്തിലേക്ക്, നിന്നെ പൂർണ്ണതയിലേക്കും നയിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലെ സ്നേഹമെന്ന ഭാവത്തെ എനിക്ക് ഈശ്വരാനുരാഗമാക്കി മാറ്റുന്നതിനുള്ള ഒരു വലിയ പാഠപുസ്തകമാണ് ഇവിടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത്. ഭക്തിയുടെ സാധനകളെ പരിചയപ്പെടുത്തുന്നത് ഏകദേശം 16-17 ഘട്ടങ്ങളിലൂടെ ഭക്തി സാധനകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. സമ്യക്കായ സങ്കല്പം ഭക്തിയുടെ ഭാവമാണ്. ഏത് പ്രവൃത്തിയിലുമുള്ള സങ്കല്പം ഭക്തിയുടെ ഭാവമാണ്. ഇനി സ്വധർമ്മകർമാനുഷ്ഠാനം, ഞാനതിലേക്ക് വരാം. ഭാഗവതം ഭക്തിയെ ധർമാചരണമെന്ന വലിയൊരു തലത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇനി സ്വധർമ്മ കർമാനുഷ്ഠാനം കൊണ്ട് ഭക്തിഭാവന വളർത്താം. മനസ്സിൽ ഹിംസയില്ലാതായി മൈത്രി ശീലിക്കുന്നതിലൂടെ ഭക്തിഭാവന വളർത്താം. ക്രിയായോഗം പരിശീലിക്കുന്നതിലൂടെ ഭക്തിഭാവന വളർത്താം. ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുന്നതിലൂടെ ഭക്തിഭാവന വളർത്താം. സംഘമില്ലാതെ കർമ്മം ചെയ്യുന്നതിലൂടെ ഭക്തിഭാവന വളർത്താം. മഹാത്മാക്കളുമായിട്ടുള്ള സംഘം, ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഒക്കെ തുടർച്ചയാണ്. സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം ചെയ്യുന്നതിലൂടെ ഭക്തിഭാവന വളർത്താം. ഇങ്ങനെ 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 ഭക്തി വളർത്തുന്നതിനുള്ള അനേകം ഉദാഹരണങ്ങളെ പറഞ്ഞു കൊടുത്തിട്ട് ഭാരതത്തിൻ്റെ ഒരു സനാതനമായ പദ്ധതിയെ കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മൈത്രിയും കരുണയും ഉപേക്ഷയും ശീലിക്കൂ. യോഗസൂത്രമാണ് ഇവിടെ നമ്മൾ സ്മരിക്കുന്നത്. മൈത്രിയും കരുണയും മുദിതയും ഉപേക്ഷയും യോഗസൂത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആരോടാണ് മൈത്രി, ആരോടാണ് കരുണ, ആരോടാണ് മുദിത, ആരോടാണ് ഉപേക്ഷ? ഇത് ഭക്തൻ്റെ ഏറ്റവും വലിയ ലക്ഷണമായി കപില ഭഗവാൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. മൈത്രി ഉണ്ടാവണം നമുക്ക്. ആരോട് മൈത്രി ഉണ്ടാവണം? നമുക്ക് ഭഗവത് ഭക്തന്മാരോട് മൈത്രി ഉണ്ടാവണം, സജ്ജനങ്ങളോട് മൈത്രി ഉണ്ടാവണം.
സത്കർമ്മങ്ങൾ ചെയ്യുന്നവരോട് മൈത്രി ഉണ്ടാവണം. ഈ ലോകത്ത് നന്മ പ്രവർത്തിക്കുന്നവരോട് മൈത്രി ഉണ്ടാവണം. ഈ മൈത്രി ഭാവന വളർത്തിയെടുത്താൽ ഇതൊക്കെ മിത്രമാണ് എന്നാ ഭാരതം പറഞ്ഞത്. മിത്രമല്ലോ സമസ്തവും എന്നാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം മിത്രമാണ് നിനക്ക്. വിശ്വാമിത്രൻ എന്ന ഭാവത്തിലേക്ക് അദ്ദേഹം എങ്ങനെയാണ് ഉയർന്നത്? ഈ പ്രപഞ്ചത്തിലെ സമസ്തത്തെയും മിത്രമായി കാണാൻ നിനക്ക് സാധിച്ചാൽ, ഇത് ഭാരതം ലോകത്തോട് പ്രഖ്യാപിച്ച വലിയൊരു പ്രാർത്ഥനയായിരുന്നു. മൈത്രീം ഭജത, മൈത്രിയെ ഭജിക്കൂ. ഈ നാട് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞത് മൈത്രിയാണ് ഈ നാടിൻ്റെ ആത്മനാദം. ഭാരതം ഒരിക്കലും പരസ്പര വൈരുദ്ധ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, യുദ്ധത്തിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. മൈത്രിയാണ് ഭാരതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഭക്തി ശീലിക്കുന്നവരോട് പറയുന്നു, നിങ്ങൾ മിത്രമാവാൻ ശ്രമിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ശത്രുതയില്ലാതിരിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ പരസ്പര വൈരുദ്ധ്യങ്ങളില്ലാതിരിക്കട്ടെ. ആത്യന്തികമായി നിങ്ങൾ നിങ്ങളുടെ തന്നെ മിത്രമാവാൻ ശ്രമിക്കൂ. ഇതൊരു സൂക്ഷ്മമായ സാധനയാണ്. നമുക്ക് ശത്രു മറ്റുള്ളവരിലല്ല, നമുക്ക് മിത്രവും മറ്റുള്ളവരല്ല. ആത്യന്തികമായി നാം നമുക്ക് മിത്രമാവാൻ സാധിക്കട്ടെ. കരുണ ആരോടാണ്? ദീനന്മാരോട് കരുണ. നമ്മളെക്കാൾ ജീവിതത്തിൽ ലെസ് പ്രിവിലേജ്ഡ് എന്ന് നമ്മൾ പറയില്ലേ? ജീവിതത്തിൽ നമ്മളെക്കാൾ ദുരിതമനുഭവിക്കുന്നവരോട് കരുണ, സമന്മാരോട് മൈത്രി, ദുരിതമനുഭവിക്കുന്നവരോട് കരുണ. യോഗം മുദിത കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആരോടാണ് മുദിത വേണ്ടത്? ആരുടെ പ്രവൃത്തിയിലാണ് നമ്മൾ കൈയടിച്ച് അഭിനന്ദിക്കേണ്ടത്? നമുക്ക് അസൂയ തോന്നുന്ന രീതിയിൽ, നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ ഈ ലോകത്തിൽ നന്മ പ്രവർത്തിക്കുന്നവരോട് അപ്പം തന്നെ അവരെ അഭിനന്ദിച്ചേക്കുക. നമുക്ക് ഈ ലോകത്തിൽ അത്ഭുതകരമായ രീതിയിൽ നമ്മെ വിസ്മയിപ്പിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടാൽ മനസ്സുകൊണ്ട് ആനന്ദിച്ചേക്കുക. അപ്പം എന്തുണ്ടാവും? മാത്സര്യമില്ലാതെയാകും. മത്സരം മനുഷ്യ മനസ്സിൻ്റെ ഭാവമാണ്. അപ്പം മത്സരമില്ലാതാക്കാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു, അമ്മേ, മത്സരമില്ലാതാക്കാൻ അവരെ അഭിനന്ദിക്കുന്നത് ശീലമാക്കൂ. ഇനി ആരെയാണ് ഉപേക്ഷിക്കേണ്ടത്? ടോക്സിക് പീപ്പിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ? നമ്മളുടെ ആധ്യാത്മിക സാധനാഘട്ടത്തിൽ നമുക്ക് എതിരായ ചിന്തകളുമായി വരുന്നവരെ, സത്സംഗം എന്ന് പറയുന്നതിൽ ഇതൊക്കെ പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എതിരായ ചിന്തകളുമായി വരുന്നവരെ ഉപേക്ഷിക്കണം. അപ്പം ഭക്തി സാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാം ശീലിക്കേണ്ടത് മൈത്രിയാണ്. നാം ശീലിക്കേണ്ടത് കരുണയാണ്. നാം ത്യജിക്കേണ്ടത്, നാം ഉപേക്ഷിക്കേണ്ടത് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൂടെ കൂട്ടാൻ പറ്റാത്ത ചില ബന്ധങ്ങളെ തീർച്ചയായും ഉപേക്ഷിക്കുക. അപ്പോൾ ഈ ഭക്തി സാധനകളെ പറഞ്ഞുകൊടുത്തുകൊണ്ട് ശ്രീമദ് ഭാഗവതം വളരെ കൃത്യമായി ഭക്തിയെ നിർവചിച്ചതിനു ശേഷം യോമാം സർവേഷു ഭൂതേഷു സന്തം ആത്മാനമീശ്വരം, ഈ പ്രപഞ്ചത്തിലെ സമസ്ത ഭൂതങ്ങളിലും ഇരിക്കുന്ന എന്നെ തിരിച്ചറിയാതെ ഞാൻ പ്രതിമകളിൽ മാത്രമാണ് വസിക്കുന്നത് എന്നു കരുതിയാൽ നീ മൗഢ്യമാണ് പ്രവർത്തിക്കുന്നത്. അത് ഭക്തിയുടെ ആദ്യത്തെ ഘട്ടമാകാം. ഈശ്വരനെ കാണുന്നത്, ക്ഷേത്രത്തിൽ പോകുന്നത്, ഉപാസനകൾ ചെയ്യുന്നത് ഒക്കെ ഭക്തിയുടെ ഘട്ടമാണ്. പക്ഷേ ക്ഷേത്രത്തിൽ നിന്നും അതേ ഈശ്വരനെ പ്രപഞ്ചത്തിലെ എല്ലായിടത്തും കാണാൻ ശീലിക്കുമ്പോഴാണ് ഭക്തി ഉറച്ചു എന്ന് നമുക്ക് നമ്മെ സ്വയം വിലയിരുത്താനാവുന്നത്. അഥാ മാം സർവഭൂതേഷു ഭൂതാത്മാനം കൃതാലയം, ഈ പ്രപഞ്ചത്തിൻ്റെ സമസ്ത ജീവജാലങ്ങളിലും വസിക്കുന്ന എന്നെ മൈത്രിയാ അഭിന്നേന ചക്ഷുഷാ. ഇത് ഭക്തിയുടെ 2 ലക്ഷണങ്ങളാണ്. മൈത്രിയും അതിൽ നിന്നും വേറിട്ടല്ലാത്ത അഭിന്ന ചക്ഷുസ്സുകൊണ്ടും നീ കണ്ടാൽ എനിക്ക് നിന്നിൽ ഭക്തി ഉറച്ചു എന്ന് ഉറപ്പിക്കാം. തസ്മാത്, ഇതിനെ സമാപിപ്പിക്കുമ്പോൾ തസ്മാത് മയ്യർപ്പിത അശേഷ
ക്രിയാർത്ഥാത്മാ നിരന്തര മയ്യർപ്പിതാത്മന പുംസോ മയി സന്യസ്തകർമ്മണ ന പശ്യാമി പരം ഭൂതമകർത്തു സമദർശനാത്. ഇത് ഭഗവാൻ എല്ലായിടത്തും സൂചിപ്പിക്കുന്നതാണ്. ഭക്തിയോഗം വ്യാഖ്യാനിച്ചപ്പോൾ ഭഗവത്ഗീതയിൽ ഇതുതന്നെയാണ്. നാം പരിചയപ്പെട്ട പല ഭക്തന്മാരുടെയും വാർപ്പ് മാതൃകകളെ അങ്ങനെ അങ്ങോട്ട് നിഷേധിച്ചുകൊണ്ട് സർവഭൂതങ്ങളിലും പ്രപഞ്ചത്തിലെ സമസ്തയിടത്തും എന്നെ കാണുന്നവൻ എന്ന് ഭഗവാൻ സൂചിപ്പിക്കുന്നു. ആരാണ് കൃഷ്ണൻ, ആരാണ് ഭഗവാൻ എന്ന ചോദ്യം കൊണ്ടേ അതിനുത്തരം കിട്ടുള്ളൂ. എല്ലാ ഭൂതങ്ങളിലും ഭഗവാനെ കാണുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ഭൂതങ്ങളിലും എല്ലാ ചരാചരങ്ങളിലും ഈശ്വരനെ കണ്ടുകൊണ്ട് ആരാണോ സ്വജീവിതം സമർപ്പിക്കുന്നത് അവനാണ് ഭക്തൻ. ഈ ഭക്തനെയാണ് യോമത് ഭക്ത സമേ പ്രിയ. എത്രയിടത്താണ് ഭഗവാൻ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്? ഈ ഭക്തനാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ, ഈ ഭക്തനാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ. അപ്പം നമ്മൾ ഭഗവാന് പ്രിയപ്പെട്ട ഭക്തനാവാനാണോ ശ്രമിക്കേണ്ടത്, അതോ ഈ ഭക്തൻ്റെ മാതൃകകളിൽ പലരും ചേർന്ന് നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഭക്തസങ്കല്പത്തോട് യോജിക്കാനാണോ നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി നമ്മുടെ ഭക്തി എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ. സംപൂജ്യ രംഗനാഥാനന്ദ സ്വാമികൾ ഭഗവത്ഗീതയുടെ 12-ാം അധ്യായം വ്യാഖ്യാനിക്കുമ്പോൾ ഭക്തിയെ സ്വധർമാചരണമായി തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ കൃത്യമായൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. സ്വാമിജി പറയുന്നത്, സ്വധർമ്മകർമ്മ വിമുഖ കൃഷ്ണകൃഷ്ണേതി വാദിനഃ തേ ഹരേർദ്വേഷിനോ മൂഢ ധർമാർത്ഥം ജന്മ യദ്ഹരേ എന്നാണ്. ഇത് ശ്രീമദ് ഭാഗവതത്തിലെ ഭക്തിമഹിമയുടെ ഏറ്റവും കാതലായ ഒരു അംശത്തെയാണ് ഈ പരാമർശം സ്പർശിക്കുന്നത്. ഒരാളെ സ്വധർമ്മകർമ്മ വിമുഖ, തനിക്ക് നിശ്ചയിച്ചിട്ടുള്ള കർമ്മങ്ങളിലൊക്കെ അയാൾ വിമുഖനാണ്. അവനവൻ്റെ കർമ്മങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല, അവനവൻ്റെ സ്വധർമാചരണത്തിന് ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. പക്ഷേ കൃഷ്ണകൃഷ്ണേതി വാദിനഃ, അയാൾ കൃഷ്ണകൃഷ്ണ എന്ന വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നവനാണ്. എന്ന് വെച്ചാൽ ഞാൻ ഭക്തനാണ്, ഞാൻ ഭക്തൻ്റെ ഭക്തി സ്ഥാപനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുന്നവനാണ്. ഇത്തരത്തിൽ ഭക്തൻ എന്ന് സ്വയം തിരിച്ചറിയുന്നതിനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും അയാൾ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ സ്വധർമ്മകർമ്മ വിമുഖ, തൻ്റെ സ്വധർമാചരണത്തെ നിർവഹിക്കുന്നേയില്ല. അങ്ങനെയുള്ള ഒരാളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ പറയുന്നത്, തേ ഹരേർദ്വേഷിനോ മൂഢ, അയാൾ ഹരിദ്വേഷിയാണ്. അപ്പം പക്ഷേ നമ്മളുടെ കണക്കെടുപ്പിൻ്റെ രീതിയിൽ അയാൾ കൃഷ്ണകൃഷ്ണേതി വാദിയാണ്, അയാൾ എല്ലാ ഭക്തസംഗമങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ആളാണ്. പക്ഷെ എന്തുകൊണ്ട് അയാളെ ഭക്തൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല? കാരണം അദ്ദേഹം സ്വധർമാചരണത്തിൽ നിന്നും മാറി നിൽക്കുന്നവനാണ്. അപ്പോൾ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വ്യക്തി സ്വധർമ്മം ആചരിച്ചാൽ മാത്രമേ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുള്ളൂ. ഞാനൊരു പൗരൻ എന്ന നിലയിൽ, ഞാനൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ, ഞാനൊരു പുരുഷൻ എന്ന നിലയിൽ ഒരു വ്യക്തി തൻ്റെ ജീവിതം കൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിനാവശ്യമായ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുകയും, പലപ്പോഴും നമ്മൾ ഭക്തിയെ കണ്ടിട്ടുള്ളത് തൻ്റെ കർമ്മങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടാനുള്ള ഒരു എസ്കേപ്പ് സ്വഭാവത്തോടു കൂടി കണ്ടിട്ടുണ്ട് പലപ്പോഴും. പല ഭക്തന്മാരെയും അടുത്തറിയുമ്പോൾ നാം മനസ്സിലാക്കുന്നതും ഇതുതന്നെയാണ്. അവനവൻ്റെ കർമാചരണത്തിനുള്ള മടി കൊണ്ട് അതിന് ഭക്തിയെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ പണിയെടുക്കാൻ വയ്യ, കാരണം ഞാൻ എൻ്റെ ഭക്തി വ്യാപാരങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. നോക്കൂ, ഭക്തി ഒരു സാമൂഹ്യ ദർശനമായി ഭാരതത്തിലെ അലങ്കാരികന്മാർ ഭക്തിയെ രസമായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ
ഭക്തിയെ നാം ആധുനിക കാലത്ത് മനസ്സിലാക്കേണ്ടത് ഭക്തിയെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന സാമൂഹ്യ ജീവിതക്രമത്തിൻ്റെ ഒരു സാമൂഹ്യ ദർശനമായി ഭക്തിയെ മനസ്സിലാക്കുമ്പോൾ, ഭക്തി ഒരു സ്പിരിച്വൽ ഹ്യൂമനിസം എന്ന് നമ്മൾ രംഗനാഥാനന്ദ സ്വാമിജിയെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞതുപോലെ ഭക്തിയെ ഒരു സാമൂഹ്യ ജീവിത ദർശനമായി തിരിച്ചറിയുമ്പോൾ, ഒരു സോഷ്യൽ ഫിലോസഫി എന്ന നിലയിൽ ഭക്തിയെ തിരിച്ചറിയണം. കാരണം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആന്തോളനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഭക്തന്മാരെ സംഘടിപ്പിച്ചുകൊണ്ടാണ്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സംഘടിപ്പിക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗവും ഭക്തിയുടെ പേരിലാണ്. നോക്കൂ, നമ്മുടെ നാട്ടിൽ നിരന്തരം നടക്കുന്ന ഭാഗവതാദി പ്രഭാഷണ പരമ്പരകൾ മുഴുവനും, അതിലൊക്കെ വരുന്ന അഭൂതപൂർവമായ ജനത്തിരക്ക്, ഭക്തിയാണ് മനുഷ്യൻ്റെ മനസ്സിലുള്ളത്. മനുഷ്യൻ്റെ ഹൃദയമാണ് മുന്നിൽ നിൽക്കുന്നത്. മനുഷ്യന് ആശ്വാസത്തിന് വേണ്ടിയിട്ട്, മനുഷ്യന് അല്പമൊരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ ആശ്രയിക്കുന്നത് ഭഗവാനെയാണ്. അങ്ങനെയുള്ള മനുഷ്യരിൽ നിന്നും നമുക്ക് കരുത്തുള്ള മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കണം. ഭക്തി ഒരു ദൗർബല്യമല്ല. കപില ഭഗവാന്റെ ഉപദേശങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഭക്തി ഒരു ദുർബലന്റെ ഭാവമല്ല. സമ്പൂർണ്ണ ശരണാഗതി എന്നത്, ഗുരുവിൻ്റെ അടുത്ത് പൂർണ്ണമായ സമർപ്പണം എന്നത്, ഭഗവാന്റെ അടുത്ത് പൂർണ്ണമായ സമർപ്പണം എന്നത് ദൗർബല്യത്തിൻ്റെ ലക്ഷണമല്ല. വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, ഭക്തി ധീരന് മാത്രം സംഭവിക്കുന്നതാണ്. ഭക്തി ധീരനിൽ സംഭവിക്കേണ്ട പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഭക്തി ഒരു സാമൂഹ്യക്രമത്തിൻ്റെ മാതൃകയായി ഭാഗവതം ഉയർത്തിക്കാട്ടുന്നത്. ഭാഗവത ധർമ്മം എന്ന് പറയുന്നത് ലോകമാന്യ ബാലഗംഗാധര തിലകൻ തൻ്റെ, നമുക്കറിയാം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ലോകമാന്യ തിലകൻ. ഭഗവത്ഗീതയ്ക്ക് ഇത്ര ഗംഭീരമായ ഒരു പഠനം. അദ്ദേഹം ദീർഘകാലം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഭഗവത്ഗീതയ്ക്ക് ഇത്ര ആഴത്തിലുള്ള ഗീതാരഹസ്യം എന്ന പഠനം ലോകമാന്യ ബാലഗംഗാധര തിലകൻ്റെതായിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ഗീതാരഹസ്യത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരാശയം, ഭാഗവത ധർമ്മമാണ് ഈ രാഷ്ട്രത്തെ നയിക്കേണ്ടത്. ഇത് ഇന്ത്യയുടെ ഫിലോസഫിയാണ്. ഭാഗവത ധർമ്മമാണ് ഒരു രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ, ഒരു രാഷ്ട്രത്തിൻ്റെ നവീകരണ യജ്ഞത്തിൽ, ഒരു രാഷ്ട്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കേണ്ടത്. ഭഗവത് ധർമ്മം ആചരിക്കുന്ന അനേകങ്ങൾ പുറകെ ഉണ്ടാവണം. ഇനി ഈ രാഷ്ട്രത്തിന് ഒരു വിദേശ ശക്തികളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ആവശ്യമില്ല. നമ്മൾ സ്വതന്ത്രരാണ്. നമ്മൾ ഭാരതം ഒരു രാഷ്ട്രം എന്ന നിലയിൽ പുരോഗതിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രം പുരോഗതിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരിടത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തി പ്രസ്ഥാനങ്ങളാണ്, ഭക്തി സാധ്യതകളാണ് നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് ലോകമാന്യ തിലകൻ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്ന ദർശനം ഭക്തിയുടേതാണ്. അതിനു കാരണം എന്താണ്? ഭക്തിയിൽ ഉച്ചനീചത്വങ്ങളില്ല. ഭക്തിയിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസമില്ല. ഭക്തി എല്ലാവരെയും ചേർത്തു പിടിക്കുന്നു. തൻ്റെ മുന്നിൽ, ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ കഥ അറിയാം. തൻ്റെ മുന്നിൽ ഭഗവാനെ കാണാൻ വേണ്ടി വന്ന് നിന്ന ഭക്തനോട് സമൂഹം കൽപ്പിച്ച പല മതിൽക്കെട്ടുകൾക്കകത്ത് നിന്നുകൊണ്ട് നേരെ നിന്ന് ദർശനം നടത്തരുത്, മാറി നിൽക്കൂ, ശ്രീകോവിലിൽ നിന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ഭക്തന് ദർശനം കൊടുക്കുവാനായിട്ട് മാറി ശ്രീകോവിലിൽ നിന്നും നീങ്ങി നിന്ന് അവൻ എന്നെ കാണട്ടെ എന്ന് പറഞ്ഞ് ദർശനം കൊടുത്ത കഥകൾ. ഇത്തരം കഥകൾ എന്തിനാണ് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്? ഇത്തരം കഥാനിർമ്മിതികൾ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഗുരുവായൂരിലാണെങ്കിൽ കുറൂരമ്മയുടെ കഥ, സാധാരണക്കാരായ, ജ്ഞാനമോ വിശ്വാസമോ കൂടുതൽ തത്വചിന്തയോ യുക്തിയോ ഒന്നുമില്ലാത്ത സാധാരണക്കാരായ അമ്മമാരുടെ കഥകൾ പറഞ്ഞുകൊണ്ട്
നിഷ്കളങ്കമായ ഭക്തിയുടെ കഥ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ ശ്രീകോവിലിന് പുറത്തെവിടെയോ ആൽമരത്തിൽ ചാർത്തിയ മാല മഞ്ജുളയുടെ ഭക്തി കൊണ്ട് ഭഗവാന്റെ കണ്ഠത്തിലുണ്ടായി എന്ന് പറയുന്ന കഥാനിർമ്മിതികൾ നമ്മുടെ ചരിത്രത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇത്തരം കഥാനിർമ്മിതികൾക്ക് പിന്നിൽ ഒരു രാഷ്ട്രം മുന്നോട്ട് വെച്ച വലിയൊരാശയമുണ്ട്. എന്ന് വെച്ചാൽ ഭക്തിക്ക് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. അതായത് ഈ രാഷ്ട്രം മുന്നോട്ട് വെച്ച വേദാന്തത്തിൻ്റെ ഉന്നതമായ അദ്വൈത തത്വത്തെ പ്രായോഗികമാക്കുന്നത് ഭക്തി എന്ന ദർശനത്തിലൂടെയാണ്. അവിടെ സ്ത്രീയെന്നോ ജാതിയെന്നോ ഉന്നതന്മാരെന്നോ, നോക്കൂ, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് മുന്നോട്ട് വന്ന ആചാര്യന്മാരൊക്കെ എങ്ങനെയുള്ളവരായിരുന്നു? തുക്കാറാമിനെ പോലെയുള്ളവർ, തുന്നൽക്കാരായിരുന്നു. കബീർദാസിനെ പോലെയുള്ളവർ, ജ്ഞാനേശ്വരനെ പോലെയുള്ളവർ. അഷ്ടഛാപ്പുകൾ എന്ന് പറഞ്ഞിട്ട് ഉത്തരേന്ത്യയിലെ ഉത്തരേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിലെ ആചാര്യന്മാരെ സൂചിപ്പിക്കുന്നുണ്ട്. മീരയെ പോലെയുള്ളവർ, അക്കമഹാദേവിയെ പോലെയുള്ളവർ, ആണ്ടാളിനെ പോലെയുള്ളവർ. അപ്പോൾ നാം സമൂഹത്തിൽ അത്യായാസകരങ്ങളായ കർമ്മം ചെയ്യുന്നവരെയോ യുക്തിപഥത്തിലൂടെ സഞ്ചരിക്കുന്നവരെയോ ഒക്കെ അവരുടെ തലത്തിൽ നിർത്തിക്കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ സ്വാധീനിക്കാനുള്ള കഴിവുള്ള ഒരു ദർശനമാണ് ഭക്തി. അപ്പം ആത്യന്തികമായ തലത്തിൽ ഭക്തി അദ്വൈതം തന്നെയാണ്. അതാണ് മയ്യർപ്പിതാത്മന പുംസോ മയി സന്യസ്ത കർമ്മണ. ഭഗവാൻ എന്ന ഒരൊറ്റ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് എല്ലാം ത്യജിക്കുകയാണ് മനുഷ്യൻ. ഭൗതികമായ സുഖം എല്ലാം ത്യജിച്ചുകൊണ്ട് എന്നെ നിങ്ങൾ വിശ്വസിക്കൂ, ഞാൻ എൻ്റെ ചെറിയ അഹത്തെ വലുതാക്കിയതാണ് ഭഗവാൻ, ഞാൻ തന്നെയാണ് എന്ന് പറയുന്നത്. എൻ്റെ ചെറിയ ഇടത്തെ വലുതാക്കിയ അഹമാണ് ഞാൻ എന്ന് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്നിൽ നിന്നും ഭഗവാനിലേക്കുള്ള ദൂരം ഒട്ടും തന്നെ ഇല്ലെന്നും ഞാൻ തന്നെയാണ് ഭഗവാനെന്നും തിരിച്ചറിഞ്ഞ് ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവരാശികളോടും ഒരാൾക്ക് മനസ്സിൽ നിർവ്യാജമായ കാരുണ്യം തോന്നുകയും എൻ്റെ ധർമ്മമാണ് ഞാൻ അനുഷ്ഠിക്കുന്നത് എന്ന ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ളവർ അവൻ്റെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ലോകക്രമമുണ്ടല്ലോ. ഈ ലോകക്രമത്തെയാണ് ഭാഗവതധർമ്മം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ സപ്താഹവേദികളിലും സത്രവേദികളിലുമൊക്കെ എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ നാം ഇട്ടുകൊടുക്കുന്നത് ഭഗവാന്റെ ഭാഗവതധർമ്മത്തിൻ്റെ ബീജമാണ്. അതവിടെ നിന്ന് കേട്ട് ആനന്ദ നിർവൃതിയിൽ വീട്ടിൽ പോയി പിന്നെയും പഴയ ദിവസത്തെ പോലെ ജീവിക്കാനല്ല നമുക്ക് ആ ബീജം ഇട്ട് തരുന്നത്. ഒരു വിത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ വിത്ത് അനുകൂലമായ സാഹചര്യം വന്നാൽ കിളിർക്കും. അനുകൂലമായ സാഹചര്യത്തെ ഉള്ളിലൊളിപ്പിച്ച് ധ്യാനം ചെയ്യുന്ന ഒരു വിത്താണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത്. അടുക്കളയിലിരിക്കുന്ന ചെറുപയറില്ലേ, ഒരു അനുകൂലമായ സാഹചര്യം ഒന്ന് കൊടുത്തു നോക്കൂ. അതിന് എത്ര ദിവസം എത്രയോ കാലം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു ചെറിയ ആനുകൂല്യം ഒന്ന് നനച്ചു കൊടുക്കൂ. ഞാൻ അനാദിയായി ജീവൻ്റെ സ്പന്ദനം എന്നിൽ തുടിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ നിങ്ങളോടൊന്നും പറയാതെ ഞാൻ ഉറങ്ങുകയായിരുന്നു. എനിക്ക് അനുകൂലമായ സാഹചര്യം തന്നപ്പോൾ അതിനുള്ളിൽ നിന്നും ഒരു ചെറിയ ബീജമായി, ഒരു മുളയായി ലോകത്തേക്ക് കൺതുറന്ന ഒരു ജീവനുണ്ടല്ലോ. ഇതുപോലെ അനുകൂല സാഹചര്യങ്ങൾ കിട്ടിയാൽ വെളിപ്പെടാവുന്ന ഭഗവാൻ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ധൈര്യത്തെയാണ് ഓരോ ഭക്തൻ്റെ മനസ്സിലും വിത്തായി നിക്ഷേപിക്കുന്നത്. ഇത് നമ്മെ സ്വധർമാചരണത്തിൽ നിന്നും പിന്മടക്കുന്നതാവരുത്. ഇത് നമ്മെ ആത്മവിശ്വാസത്തിൽ നിന്നും പിന്മടക്കുന്നതാവരുത്. ഇത് നമ്മെ നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്മടക്കുന്നതാവരുത്. ഇത് നമുക്ക് ചുറ്റുപാടുമുള്ള ജീവിതങ്ങളുടെ വേദന അറിയാനാവണം. ഇത് നമുക്ക് ചുറ്റുപാടുമുള്ള സമൂഹത്തെ വഴിതെളിക്കാൻ വേണ്ടിയിട്ടുള്ളതാവണം, വഴി വെട്ടാൻ വേണ്ടിയിട്ടുള്ളതാവണം. കാരണം നമ്മുടെ കയ്യിലുള്ളത് ഭാഗവതത്തിൻ്റെ കരുത്താണ്. സമൂഹത്തിൽ ആവശ്യമായ ഇടത്തൊക്കെ വഴി തെളിക്കാനുള്ളതാവണം
ഭാഗവതധർമ്മം. അതുകൊണ്ട് തന്നെ ലോകമാന്യ ബാലഗംഗാധര തിലകനെ അനുസ്മരിച്ചുകൊണ്ട് ഭാഗവതധർമ്മമാകണം ഈ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ പൗരനെ സൃഷ്ടിക്കേണ്ടത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ജനാധിപത്യം ഏറ്റവും നല്ല വ്യവസ്ഥയാണ്, ഒരു രാഷ്ട്രത്തെ നയിക്കുന്ന ഏറ്റവും നല്ല വ്യവസ്ഥയാണ് ജനാധിപത്യം. പക്ഷേ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകമായ പൗരൻ, ഈ പൗരനെ സംശുദ്ധീകരിക്കുന്നതിനുള്ള പദ്ധതികളൊന്നും ജനാധിപത്യത്തിലില്ല. ഈ പൗരനെ ശുദ്ധീകരിക്കേണ്ടത്, ഈ പൗരനെ നിസ്വാർത്ഥ പ്രവർത്തികളിലേക്ക് പ്രേരിപ്പിക്കേണ്ടത്, ഈ പൗരനെ ഞാൻ ചെയ്യുന്ന ജപം, ഞാൻ ചെയ്യുന്ന അർച്ചനം, ഞാൻ ചെയ്യുന്ന ആരാധനം എൻ്റെ സ്വാർത്ഥതയ്ക്കല്ല. അതെനിക്ക് ഞാനും ഭഗവാനും തമ്മിൽ ചേർന്നിരിക്കുമ്പോഴുള്ള ആനന്ദം തരുമായിരിക്കാം. പക്ഷെ ആനന്ദം എന്നെ കർമ്മോജ്വലനാക്കണം, ആനന്ദം എന്നെ പ്രവൃത്യുന്മുഖനാക്കണം. അപ്പം ഭക്തി ഒരു ഹൃദയ ഭാവമാണ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഭക്തി നമ്മെ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്മടക്കി കേവലം അവനവനും അവനവൻ്റെ പൂജാമുറിയും എന്ന തലത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്ന ഒരു ദർശനമല്ല ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ. അവനവൻ്റെ പൂജാമുറിയിൽ നിന്നും അവനവൻ്റെ ഈശ്വരനിൽ നിന്നും ഉൾക്കൊണ്ട ഊർജം പതിന്മടങ്ങായി സമൂഹമെന്ന വലിയ സാധ്യതയിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട് ഭക്തൻ്റെ നിസ്വാർത്ഥമായ ജീവിതം ഒരു സാമൂഹ്യക്രമം സൃഷ്ടിക്കുകയും ആ ഭക്തനിൽ നിന്നും നിസ്വാർത്ഥ കർമാനുഷ്ഠാനം ഉണ്ടാവുകയും അത് ഈ ലോകത്തെ നയിക്കുകയും വേണം. ഇങ്ങനെയൊരു സാമൂഹ്യ തലത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്നതിനുള്ള സാധ്യത ഭാഗവത ഭക്തിയിലുണ്ട്. കാരണം അത് കേവലം അവനവൻ്റെ ഇടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാനല്ല ഭക്തനെ പ്രേരിപ്പിക്കുന്നത്. മറിച്ച് ഭാഗവത ഭക്തി എന്നാൽ, കപില ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത ഭക്തി എന്നാൽ അത് പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളിലും എന്നെ കാണുന്നവനാണ് യഥാർത്ഥ ഭക്തൻ എന്നാണ്. അപ്പോൾ ഈ ഭക്തിശാസ്ത്രത്തിന് ഇത്തരമൊരു വ്യാഖ്യാന സാധ്യത കൂടിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭക്തിയുടെ ഒരു ആന്തോളനം ഭാരതത്തെ എങ്ങനെയാണോ പല പ്രശ്നങ്ങളിൽ നിന്നും കാലങ്ങളിലൂടെ കാത്തു വന്നത്, അതുപോലെ സമൂഹത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ദർശനമായി ഭക്തിയെ തിരിച്ചറിയുന്നതിനുള്ള ഒരു ശ്രമമാണ് ഭാഗവത കുതുകികൾക്ക് വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മളിവിടെ ഒരുമിച്ച് കൂടി 12 ദിവസം, ജീവിതത്തിൽ എത്രയോ സപ്താഹങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഈ സപ്താഹങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഭാഗവതധർമ്മം, അത് സമൂഹത്തിന് കാട്ടിക്കൊടുക്കേണ്ട ഉപകരണമാണ് നമ്മൾ എന്ന ഉത്തരവാദിത്തം കൂടിയാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനാണ് ഭഗവാന്റെ അമ്മയോടുള്ള ഉപദേശ ഭാഗത്തിലൂടെ കടന്നു പോയപ്പോൾ തോന്നിയത്. ഈ ഒരു 2 തലവും ഭക്തിയുടെ അങ്ങേറ്റം വൈകാരികമായ, അങ്ങേറ്റം പേഴ്സണലായ, ആരോടും വെളിപ്പെടുത്താൻ പോലും നമുക്കിഷ്ടമല്ലാത്ത അങ്ങേറ്റം വൈകാരികമായ തലം ഭക്തിക്കുള്ളപ്പോഴും അതിന് അങ്ങേറ്റം സാമൂഹ്യമായ മറ്റൊരു തലം കൂടിയുണ്ട് എന്ന ചിന്തയാണ് ഭക്തിയെ ആധുനിക കാലത്തിൻ്റെ ദർശനമായി ഉയർത്തുന്നത്. അപ്പോൾ ഭക്തി ഏറ്റവും റെലവൻ്റാണ്, ഏറ്റവും നവീകരണ ശക്തിയുള്ളതാണ്. ആധുനിക കാലത്ത് നമുക്ക് മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു സാമൂഹ്യ ദർശനം കൂടിയാണ് ഭക്തി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം.